വെങ്കടേശൻ കി ജയ്. ഓം ശ്രീ ഹര ഹര മഹാദേവ്. ഓം ശ്രീ മാത്രേ നമഃ. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ ദേവി മഹാത്മ്യത്തിലെ സ്വീറ്റ് ഹരേ കൃഷ്ണ. ഇന്ന് കുറേ നാളായിട്ട് കാണാത്ത പലരെയും ഞാൻ ലൈവിൽ കാണുന്നു. സന്തോഷം തോന്നുന്നു. എക്സ്പെഷ്യലി സനൽകുമാർ കുറേ നാളായി മഞ്ജരീസിൻ്റെ ഈ വഴിക്കൊക്കെ വന്നിട്ട് സ്ഥിരം കാണുന്ന കുറേ ആളുകളിൽ കാണാതെ പോയ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് കാണുന്നു. ഒരുപാട് സന്തോഷം. പിന്നെ ഇന്ന് അമർജിത്തിനോട് പ്രത്യേക നന്ദി അറിയിക്കുകയാണ് ലൈവിലൂടെ. അമർജിത്ത് 5 വർഷമായിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിൽ അപ്പം അവിടെ 5 വർഷമായിട്ട് നമ്മളാണ് ഹാരം കൊടുക്കുന്നത് ഭഗവതിക്ക്. ചില 1-2 വർഷങ്ങളിലൊക്കെ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അവിടെ ഉത്സവമായപ്പം നമ്മൾ കൊടുക്കുന്ന ഹാരമാണ് ഭഗവതിക്ക് ഈ പ്രധാന ദിവസം അണിഞ്ഞിട്ട് ദേവി അവിടെ ഉത്സവത്തിൽ നിൽക്കുന്നത്. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ ആയപ്പം ഞാൻ 5 വർഷമായിട്ടും അത് ഒരു കടയിൽ തന്നെയാണ് ഏൽപ്പിക്കുന്നത്. നമ്മുടെ തളിയിൽ അല്ലേ അമർജിത്ത്, തളിയിൽ ഒരു കടയുണ്ട് മാരിയമ്മൻ കോവിലിൻ്റെ അടുത്ത്. 5 വർഷമായിട്ട് ആ ചേട്ടനാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ഇന്ന് രാവിലെ ഞാനൊരു 6 മണി 6:30 ആയപ്പോൾ അമർജിത്തിനെ വിളിച്ച് പറഞ്ഞു, അമർജിത്ത് പതിവ് പോലെ ഇന്നാണ് ഹാരം കൊടുക്കേണ്ട ദിവസം. ഭഗവതി നമ്മുടെ ഹാരത്തിനായിട്ട് കാത്തിരിക്കും. കാരണം ആ ഒരു ഹാരമേ അവിടെ ദേവിക്ക് അന്നേ ദിവസം അണിയാറുള്ളൂ. ഗ്രൂപ്പിൽ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഗുരുവായൂർ മഞ്ജരീസിലുള്ള എല്ലാവരുടെ പേരും പറഞ്ഞുകൊണ്ട് അമർജിത്ത് തന്നെ നമ്മളെ പ്രതിനിധീകരിച്ച് അമർജിത്തിൻ്റെ കൈകൊണ്ട്, എൻ്റെ അച്ഛൻ്റെയും കൈകൊണ്ട് രണ്ടുപേരും ചേർന്നിട്ട് ദേവിയുടെ തിരുസന്നിധിയിൽ അത് സമർപ്പണം ചെയ്തു. ഭഗവതി ഗുരുവായൂർ മഞ്ജരീസിനെ ആഹാരത്തിലൂടെ അനുഗ്രഹിക്കും. അതെനിക്ക് ഒരുപാട് സന്തോഷം നൽകി. കാരണം നമ്മളൊരു കുടുംബമാണ്. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഒരാളുടെ പേരിലല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഗുരുവായൂർ മഞ്ജരീസ് ഫാമിലിയുടെ പേരിലാണ്. അത് ഭഗവതിക്ക് അറിയാം, അമ്മ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹാരത്തിൻ്റെ ഫോട്ടോ, അമർജിത്ത് ആ ഹാരം കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമർജിത്ത് ലൈവിലുണ്ട്. എല്ലാവരും അമർജിത്തിന് ഒരു നന്ദി അറിയിക്കുക. താങ്ക് യു സോ മച്ച് അമർജിത്ത്. വലിയൊരു കാര്യമാണ് ഗുരുവായൂർ മഞ്ജരീസിന് വേണ്ടി ചെയ്തത്. അതേപോലെ അമർജിത്ത് തന്നെയായിരുന്നു നമ്മുടെ മെൻസ്ട്രൽ കപ്പ് ജുവൈനൽ ഹോമിലുള്ള പെൺകുട്ടികൾക്ക് നൽകാൻ വേണ്ടിയിട്ട് പോയതും. ആ ഒരു പ്രോഗ്രാം മഞ്ജരീസിന് വേണ്ടി എനിക്ക് എത്താൻ പറ്റാത്ത സ്ഥാനത്ത് നിന്ന് അമർജിത്ത് തന്നെയായിരുന്നു അറ്റൻഡ് ചെയ്തതും. പിന്നെ ജുവൈനൽ ഹോം ആയതുകൊണ്ട് നമ്മൾക്കത് വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു പെർമിഷൻ ഇല്ല. അതുകൊണ്ട് അമർജിത്ത് ഇങ്ങനെ വലിയ വലിയ സേവനങ്ങൾ മഞ്ജരീസിനെ പ്രതിനിധീകരിച്ച് ഞാൻ എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ, കോഴിക്കോട് സംബന്ധമായിരിക്കുന്ന സ്ഥലങ്ങളിൽ പറഞ്ഞാൽ ഉടനെ പോകാറുണ്ട്. ഒരുപാട് നന്ദി അറിയിക്കുന്നു അമർജിത്ത്. ഒത്തിരി നന്ദി അറിയിക്കുന്നു. നമ്മൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു രാത്രി മുഴുവൻ യാത്ര ചെയ്ത് അവിടെ എത്തേണ്ട ഒരു കാര്യം ഉണ്ടാവും. പിന്നെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങനെ 2-3 ദിവസം എനിക്ക് പോകും. പക്ഷെ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഞാൻ എത്തേണ്ടതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ജോലി തിരക്കുകൊണ്ട് എത്താൻ സാധിക്കാറില്ല. പക്ഷെ അമർജിത്ത് അത് മുൻകൈ എടുത്ത് അവൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അമർജിത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെയധികം എന്താ പറയുക സങ്കടകരമായ അവസ്ഥയാണ്. അതൊക്കെ ഞാൻ പിന്നീട് അറിയിക്കാം. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് പോലും ആ കുട്ടി എല്ലാം മാറ്റി വെച്ചിട്ട് എന്താ പറയുക ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു അമർജിത്ത്. ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ, കിച്ചൂടൻ്റെയും രാധാറാണിയുടെയും നാമത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമർജിത്ത് ചെയ്യുമ്പം ഏറെ നന്ദി അറിയിക്കുന്നു അമർജിത്ത്. താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ മഞ്ജരീസിൽ ഇന്ന് ഞാനൊരു ഗുരുവിനെ കുറിച്ച്, ഓംകാർ എന്ന് പറയുന്ന ഒരു ഗുരുവിനെ കുറിച്ച് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് വായിക്കണം. വെറുതെ കണ്ടു പോവരുത്. സ്റ്റോറേജ് ഫുള്ളാവുന്നു എന്ന് പറഞ്ഞ് എക്സിറ്റ് ആവുന്നവർക്ക് നഷ്ടപ്പെടുന്നത് വലിയ അറിവുകളാണ്. പക്ഷെ അങ്ങനെ ആരും ആവാറില്ല. എല്ലാവരും അയ്യോ മാതാജി എക്സിറ്റ് ആയിപ്പോയി അറിയാതെ, പെട്ടെന്ന് ആഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പം ഓംകാർ സ്വാമിയെ കുറിച്ചിട്ടുള്ള അറിവ് എല്ലാവരും വായിക്കുക. വളരെ കഷ്ടപ്പെട്ട് നമ്മൾ പലതും സെർച്ച് ചെയ്ത് പഠിച്ച് ഒക്കെ മനസ്സിലാക്കി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ സെർച്ച് ചെയ്തിട്ടായിരിക്കും ഇത് മഞ്ജരീസിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം തരുന്ന ഗുരുമഞ്ജരി, ക്ഷേത്രമഞ്ജരി, ജ്ഞാനമഞ്ജരി, മഹാത്മ്യമഞ്ജരി, അങ്ങനെയുള്ള ശബരീശ മഞ്ജരി,
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മഞ്ജരീസിലൂടെ ഗ്രൂപ്പിലൂടെ നമ്മൾ അറിയിക്കുന്നുണ്ട്. എല്ലാം റൈറ്റപ്സ് ആണ്. അതിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് വലിയ സപ്പോർട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് അതൊക്കെ അങ്ങനെയുള്ള അറിവുകളെല്ലാം വായിക്കുക. അറിവുകൾ എപ്പോഴും നമുക്ക് ലഭിക്കില്ല. ലഭിക്കുന്ന സമയത്ത് ആ സരസ്വതി ദേവിയെ നമ്മൾ ഹൃദയപൂർവ്വം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. പിന്നെ വേറെന്താ പറയാനുള്ളത്, മഞ്ജരീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ താല്പര്യമുള്ളവര് 93 തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പ്രഭു എല്ലാവരും നന്ദി അറിയിക്കുന്നു. ഒരുപാട് നന്ദി മോനെ. 93 42 49 49 41 എന്ന നമ്പറിലേക്ക് മഞ്ജരീസിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് നമ്പർ നൽകുകയാണെങ്കിൽ, നിങ്ങളുടെ വാട്സപ്പ് നമ്പർ പേര് സഹിതം നൽകുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മഞ്ജരീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകളെല്ലാം ലഭിക്കും. 6 മണി രാവിലെ ആയി എന്ന് നോക്കാൻ നമ്മൾ ഒരിക്കലും ക്ലോക്ക് നോക്കണ്ട. വൈകിട്ട് 6 മണി ആയി എന്നറിയാൻ വേണ്ടിയും ക്ലോക്ക് നോക്കണ്ട. കാരണം അപ്പോൾ മഞ്ജരീസിൽ ഗാനമഞ്ജരി അമർജിത്ത് പോസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ മഞ്ജരീസിന് ഓരോരോ ടൈമിംഗ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഭക്തമഞ്ജരി വരുന്നുണ്ട്. അത് ഞാൻ തന്നെ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ എനിക്ക് ഷൂട്ട് ഉണ്ടാകുമ്പം വിട്ടു പോകാറുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ ഭക്തമഞ്ജരിയിൽ ഭഗവാന്റെ ഓരോരോ ലീലകളെ കുറിച്ച് നമ്മൾ കഥകളെയൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അലങ്കാര ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്ന അലങ്കാര വർണ്ണന, അലങ്കാര പൂജ ഉണ്ടല്ലോ, ഉച്ചയ്ക്കുള്ള ഉച്ചപൂജ അലങ്കാരം, അത് നമ്മൾ ഓഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന ആ അലങ്കാര പൂജയോടെ ആ ഒരു ഭഗവാന്റെ ചിത്രത്തോടൊപ്പം ഭഗവാന്റെ ആ രൂപത്തിന്റെ അടിയിലായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന കഥകളാണ് ഭക്തമഞ്ജരി എന്ന പേരിൽ വരുന്നത്. പിന്നെ മഞ്ജരീസിലെ കുറച്ച് മെസ്സേജുകൾ നോക്കാനുണ്ട്. ഞാൻ നോക്കാം. എനിക്ക് ഷൂട്ടുള്ളത് കൊണ്ടാണ് നോക്കാൻ പറ്റാത്തത്. ഇന്നിപ്പോൾ കുറച്ച് സമയം എടുത്ത് വന്നിരിക്കുകയാണ്. 12:30 ആകുമ്പോൾ എനിക്ക് പോകണം. അപ്പം അതിന് മുമ്പേ ഒരു 1 അവർ നമുക്ക് ദേവി മഹാത്മ്യം കേൾക്കാം എന്ന് കരുതി അല്ലേ. പിന്നെ ദേവി മഹാത്മ്യം ബുക്ക് ആവശ്യപ്പെട്ടവർക്കൊക്കെ കുറേ പേർക്ക് അയച്ചു കൊടുത്തു. ഇനി ഗീതദാനം ചെയ്ത ഒരു 8-9 ഗീതം നമുക്ക് അയക്കാനുണ്ട്. സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. വരും ഒരു 1-1.5 ആഴ്ചൻ്റെ ഉള്ളിൽ വന്ന ഉടനെ തന്നെ ബാക്കി ഗീതയും കൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നോക്കിയിട്ടില്ല മാതാജി, മഞ്ജരീസിൽ ഇനിയും കുറച്ച് മെസ്സേജുകളൊന്നും നോക്കാനുണ്ട്. നോക്കിക്കോളാം. സമയം പോലെ ഓരോരോ മെസ്സേജുകളായിട്ട് നോക്കിയിട്ട് നമ്മൾ ഉടനെ തന്നെ എല്ലാം തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം നമ്മൾക്ക് ലഭിക്കുന്ന അറിവുകൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. നിർബന്ധമായിട്ടും ഷെയർ ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ദയവായി നമ്മുടെ സത്സംഗവേദി ഒരിക്കലും സത്സംഗം മാത്രമല്ല എന്ന വസ്തുത ഓർക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഹോൾഡ് ചെയ്യണേ. ഹലോ, ഹരേ കൃഷ്ണ. ആരാണ്? അത് ശരി. ഞാൻ ക്ലാസ്സിലാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് വിളിച്ചോട്ടെ. വിളിക്കാം. ശരി. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ആരോഗ്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് വളരെയധികം വലിയ റിക്വസ്റ്റാണ്. കാരണം ദിനം പ്രതി ഓരോരുത്തരും മെസ്സേജ് ഇടുമ്പം അസുഖങ്ങളെക്കുറിച്ച് മെസ്സേജ് ഇടുന്നു. ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത 2 കാര്യങ്ങൾ, ഡയാലിസിസ്, ക്യാൻസർ. ഇത് രണ്ടും കേൾക്കുന്നത് എനിക്ക് മെൻ്റലി എന്നെ അപ്സെറ്റ് ആക്കും. അത് വല്ലാതെ എനിക്ക് സ്ട്രെസ് തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഗ്രൂപ്പിൽ പലർക്കും അങ്ങനെയുള്ള അസുഖങ്ങളുണ്ട്. അവർ കീമോയിലേക്ക് പോകുന്നു എന്നൊക്കെ അറിയുമ്പം വളരെ മാനസികമായിട്ട് എനിക്ക് വിഷമം തോന്നുന്നു. അപ്പം അതുകൊണ്ട് പരമാവധി എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ദയവായി നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കുക. ഈ പറയുന്ന ഞാനും അത് ചെയ്യേണ്ടതാണ്. ആരോഗ്യം ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് മാക്സിമം ചോറ് വലിച്ചു വാരി കഴിക്കാതെ, കാരണം ചോറ് കഴിക്കുമ്പം നമുക്ക് വയറ് ഇങ്ങനെ എന്താ പറയുക, വിശപ്പ് മാറുന്നു എന്നല്ലാതെ നമുക്ക് അതിൽ നിന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എന്ത് കണ്ടന്റ് കിട്ടുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കി കഴിക്കാൻ ശ്രമിക്കുക. പൊതുവേ ഞാൻ കണ്ടുവരുന്നത് രാവിലെ പുട്ട്, അതുപോലെ കുറേ ദോശ, ഇഡ്ഡലി, പൂരി, ചപ്പാത്തി, അങ്ങനെ ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് വേണം, വേണ്ടെന്നല്ല. ഇങ്ങനെ കുറേ നമ്മൾ ധൃതി പിടിച്ച് ചവച്ചരയ്ക്കാതെ കഴിച്ച് അങ്ങനെ നമ്മൾ ഓടിപ്പോവുകയാണ്. അതല്ലാതെ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരു ജസ്റ്റ് കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ, ഇപ്പം അരിപ്പൊടി വെച്ച് നമ്മൾ ദോശ ഉണ്ടാക്കുന്നു, പിന്നെ പുട്ടുണ്ടാക്കുന്നു, എന്നിട്ട് അത് നമ്മൾ കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മൾ എന്തൊക്കെയോ വെച്ച് കഴിക്കുന്നു. അപ്പം അതെല്ലാം ഒന്ന് മാറ്റി നിർത്തിയിട്ട് മാർക്കറ്റിൽ പോകുമ്പം ഒരു ബ്രൊക്കോളി, യൂറോപ്യൻ ഫുഡ് ആണെങ്കിലും അതിലൊക്കെ നല്ല നല്ല കണ്ടന്റ് ഉണ്ട്. മനസ്സിലായില്ല? അയ്യോ എനിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഇഷ്ടമല്ല, ഇതൊന്നും പറയണ്ട. ഇപ്പോഴും ചോദിക്കുന്നു,
ഇപ്പോഴും ഞാൻ പറയാണ്, നാവിന് രുചിയുള്ളത് ആരോഗ്യത്തിന് നല്ലതായിരിക്കില്ല. ആരോഗ്യത്തിന് നല്ലതാവുന്നത് നാവിന് രുചി ഉണ്ടാവില്ല. ഒരു ബ്രക്കോളി വാങ്ങുക, നന്നായിട്ട് ക്ലീൻ ചെയ്യുക, ചെറിയ ഇത്രയുള്ള പീസായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് പുരട്ടി വെക്കുക. അതിനുശേഷം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ബ്രക്കോളി ഒന്ന് നിരത്തി വെക്കുക. ഒരു 5 മിനിറ്റ് ആ ഒരു ചൂടിൽ സ്റ്റീം ചെയ്യുക. നല്ല ആരോഗ്യ സമ്പുഷ്ടമായിരിക്കുന്ന ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് റെഡി. 3.5 ലിറ്റർ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യുക. രാവിലെ 9:30-ക്കും 10:30-ക്കും 11-നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ 7:30 മണി എന്നൊരു സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡി ആവുക. എന്തൊക്കെ തിരക്കുകൾ ഉണ്ടായിക്കോട്ടെ, വീട്ടിൽ അച്ഛനെയും അമ്മേനെയും ഭർത്താവിനെയും കുട്ടീനെയും എല്ലാം നോക്കാനും സ്കൂളിൽ അയക്കാനും ഓഫീസിൽ അയക്കാനും എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് ഈ ആരോഗ്യം ഉണ്ടെങ്കിലേ നമ്മൾക്ക് ഇവരെല്ലാം ട്രീറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അവരെയും ട്രീറ്റ് ചെയ്യാൻ നമുക്കാവില്ല, നമ്മളെ ട്രീറ്റ് ചെയ്യാനും നമുക്കാവില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് കടലയാണെങ്കിൽ നാളെ ചെറുപയർ, മുതിര, ഉലുവ, ഒരു ദിവസം എല്ലാം കൂടി, ഇതെല്ലാം കൂടി ഒന്ന് മുള കെട്ടിയിട്ട്, എല്ലാവർക്കും അറിയാലോ, നനച്ചു വെച്ചിട്ട് അത് മുളപ്പിക്കാൻ അറിയാലോ. അത് മുളപ്പിച്ചിട്ട് ഇതും അതേപോലെ കുറച്ച് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം എടുത്തു കഴിഞ്ഞാൽ, വെറുതെ വെള്ളത്തിലിട്ട് വീണ്ടും വേവിക്കേണ്ട. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെക്കുക, ആ 2 തട്ടിൽ ഇതങ്ങ് പരത്തി വെക്കുക, എന്നിട്ട് ഉപ്പുപൊടി വെതറുക. അപ്പോൾ എന്തായി, അത് ആ സ്റ്റീമിൽ അത് വെന്തോളും. സിമ്മിൽ വെച്ചാൽ മതി, അത് വെന്തോളും. ഇത്രയും നല്ല വൈറ്റമിനും മിനറൽസും പ്രോട്ടീനും ഉള്ള ഒരു ഭക്ഷണം മറ്റൊന്നും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഒരുപാട് ഈ വൈറ്റ് സാൾട്ടാണ് എല്ലാവരും ഇപ്പൊ യൂസ് ചെയ്യുന്നത് അല്ലെ, വെള്ള കളറുള്ള ഉപ്പുപൊടി. അത് മാറ്റിയിട്ട് ബ്ലാക്ക് സോൾട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അത് എനിക്ക് തോന്നുന്നു ഇന്ദുപ്പിന്റെ ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക്. പെട്ടെന്നൊന്നും കറിയിലൊന്നും നിങ്ങൾക്ക് സ്യൂട്ട് ആയെന്ന് വരില്ല. പക്ഷേ ഡെയിലി 1 കപ്പ് തൈരില് ഈ കുറച്ച് ഈ ബ്ലാക്ക് സോൾട്ട് ഇട്ടിട്ട്, റോസ് കളർ അല്ല ബ്ലാക്ക്, അത് നിങ്ങൾ ആമസോണിൽ അടിച്ചാൽ കിട്ടും നിങ്ങൾക്ക്. ബ്ലാക്ക് സോൾട്ട് എന്ന് പറഞ്ഞ് കിട്ടും. അത് ക്രിസ്റ്റൽ ടൈപ്പ് ആയിരിക്കും. നേരെ അത് എന്ത് ചെയ്യുക, മിക്സിയിലിട്ട് പൊടിക്കുക. പൊടിച്ചു കഴിഞ്ഞാൽ ഒരു സിമെന്റിന്റെ കളറായിരിക്കും ബ്ലാക്ക് സോൾട്ട്. അപ്പം ഈ ബ്ലാക്ക് സോൾട്ട് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് തൈരിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് നോക്കണ്ട, ആ ടേസ്റ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾക്കറിയാമോ, ബ്ലാക്ക് സോൾട്ട് വെള്ളത്തിൽ ലയിപ്പിച്ചു വെച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നവർ വരെയുണ്ട്. എന്തുമാത്രം ആരോഗ്യത്തിന് നല്ല കാര്യമാണെന്നറിയോ ബ്ലാക്ക് സോൾട്ട് യൂസ് ചെയ്യുന്നത്? നമ്മൾ അറിയാത്ത പല ആരോഗ്യ ഗുണങ്ങളും ഈ കാര്യങ്ങൾക്കുണ്ട്. പിന്നെ ഈന്തപ്പഴം, ഡെയിലി ഒരു 2 ഈന്തപ്പഴം കഴിക്കുക. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും വാട്ടെവർ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ഇത്രയും നല്ല ഒരു ആരോഗ്യ ഗുണമുള്ള മറ്റൊരു സാധനം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ വീട്ടിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും അല്ലേ. അപ്പൊ ഭഗവാന് നിവേദ്യം വെക്കുന്ന സമയത്ത് കിട്ടുന്ന ബട്ടർ, അതുപോലെ 1-2 ഓറഞ്ച്, ഈ ഓറഞ്ച് എടുക്കുക, അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മിക്സിയിലിടുക. ഒരു ചെറിയ കഷ്ണം പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ എന്താ പറയുക, കുറച്ചു ഉപ്പ്, ഈ ബ്ലാക്ക് സോൾട്ട് തന്നെ, ഇത്രയും ഇട്ടതിന് ശേഷം ഷുഗർ അവോയ്ഡ് ചെയ്യുക. ഞാൻ പഞ്ചസാര യൂസ് ചെയ്യാറില്ല. ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് കളയുക. അത് വേണ്ട, നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, ഇത്രയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. അങ്ങനെ തന്നെ ഫിൽട്ടർ ചെയ്യുക, അത് കുടിക്കുക. ഇത്രയും വൈറ്റമിൻസ് ഉള്ള, എന്താ പറയുക, നമുക്ക് ഫൈബർ കണ്ടന്റ് ഉള്ള മറ്റൊരു സാധനം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എത്രയോ പച്ചക്കറികൾ ചീത്തയായെന്നും പറഞ്ഞ് വേസ്റ്റിൽ കളയുന്നു ഇല്ലേ? ക്യാരറ്റ് വാങ്ങി ഫ്രിഡ്ജിൽ വെച്ച് ഉണക്കി വേസ്റ്റിൽ കളയാറില്ലേ? ബീട്രൂട്ട് കളയാറില്ലേ? എന്തിനാ രുചി നോക്കുന്നത്? എടുത്ത് മിക്സിയിലിട്ട് അടിച്ചിട്ട് അങ്ങോട്ട് കുടിച്ചേക്കണം, ഒന്നും നോക്കണ്ട. നമ്മൾക്ക് സ്കിന്ന്, ഹെയർ, ഹെൽത്തിന് എന്തെല്ലാം കണ്ടന്റ് വേണോ ഇതെല്ലാം നമ്മൾ കളയുന്ന സാധനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക. ഇപ്പൊ ആരോഗ്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാളെ ഒരു ക്യാൻസറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ പറയുന്ന ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ ഇപ്പോൾ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കുക. ഇപ്പൊ എല്ലാവർക്കും ജിമ്മിൽ പോകാൻ സാധിക്കില്ല, സാഹചര്യങ്ങൾ. കാരണം കേരളത്തിലാണ്, നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് അറിയാം, സാഹചര്യങ്ങൾ പലർക്കും പലതായിരിക്കാം. എങ്കിൽ കൂടിയും നമ്മൾ ബാത്റൂമിൽ കുളിക്കാൻ കയറുമ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, കയ്യോ കാലോ ഇളക്കിയിട്ട് എന്തെങ്കിലും എക്സസൈസ്, എന്തെങ്കിലും ഒന്ന് അവിടുന്നെങ്കിലും ചെയ്യാൻ സാധിക്കും. പലരും മരുമക്കളാണ്, കുടുംബമായി താമസിക്കുന്നവരാണ്. വീട്ടിൽ എക്സസൈസ് ചെയ്യുമ്പം അമ്മായിമ്മമാര് പ്രശ്നം ഉണ്ടാക്കും, ചിലപ്പോൾ നാത്തൂമാര് പ്രശ്നം ഉണ്ടാക്കും, ചിലപ്പോൾ മറ്റാരെങ്കിലും എന്തെങ്കിലും പറയും. അങ്ങനെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വാഷ്റൂമിൽ കയറിയാലെങ്കിലും അവിടുന്നെങ്കിലും ജസ്റ്റ് ഒന്ന് നമുക്ക് ശരീരത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും രക്തയോട്ടം ലഭിക്കുന്ന തരത്തിലുള്ള, ജസ്റ്റ് ഇരുന്നിട്ട് എഴുന്നേൽക്കുക, വീണ്ടും ഇരുന്ന് എഴുന്നേൽക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വ്യായാമം എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക.
ഓവറായിട്ട് ചിന്തിക്കാതിരിക്കുക. ഞാൻ ഇപ്പോഴും പറയുന്നു, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിന്റെ ഒരു കര മുട്ടിക്കാൻ വേണ്ടിയിട്ട്. ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നും നോക്കണ്ട. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നോർത്തിട്ട് മാറുന്നതല്ല നമ്മുടെ ജീവിതം. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞില്ല എന്നോർത്തിട്ട് മാറുന്നതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം നമ്മൾ തന്നെ ജീവിക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ തീർക്കണം, ഇല്ലേ? അത് ഒരാൾ പറഞ്ഞെന്നോ പറഞ്ഞില്ല എന്നോ കരുതിയിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകില്ല. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാം? അത് സാമ്പത്തികമാവാം, കുടുംബ പ്രശ്നങ്ങളാവാം, ആരോഗ്യ പ്രശ്നങ്ങളാവാം. ഇത് എന്താണെങ്കിലും ശരി, പ്രശ്നമാണോ അത് നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണം. പിന്നെ നമ്മൾ മറ്റുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. റിലാക്സ് ആയി ഇരുന്നിട്ട് ആലോചിക്കുക, ഇനി ഈ പ്രശ്നം എങ്ങനെ തീർക്കാം, ഇതിന് ഞാൻ അടുത്തതായിട്ട് എന്ത് ചെയ്യാം എന്നാലോചിച്ച് ചിന്തിച്ച് സമാധാനത്തോടെ ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോവുക. സ്ട്രെസ് വേണ്ട ജീവിതത്തിൽ. സ്ട്രെസ് നമുക്ക് ഒരുപാട് ടെൻഷൻ തരും. ടെൻഷൻ നമ്മളെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺ വ്യതിയാനങ്ങൾ വരുത്തും. ഈ ഹോർമോൺ വ്യതിയാനം നമ്മളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളെ ബാധിക്കും. പിന്നെ ജീവിതം നമുക്ക് കൈവിട്ടു പോകും. കൈവിട്ടു പോയ ജീവിതത്തിലേക്ക് ഒരാൾ പോലും ഒരു ഗ്ലാസ് വെള്ളം തരാൻ വേണ്ടിയിട്ട് വരൂല. അതും കൂടി ചിന്തിക്കുക. ക്ലിയർ? അപ്പൊ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ടെൻഷൻ അടിക്കരുത് ഒരു കാര്യത്തിനും. ടെൻഷൻ നമ്മളുടെ ഉറക്കം പോലും കളയും. മനസ്സിലായോ? ഓവർ വോളിയം എടുത്തിട്ട് ബഹളം വെച്ചിട്ട് ഷൗട്ട് ചെയ്തിട്ട് മൈൻഡ് അപ്സെറ്റ് ആക്കരുത്. നമുക്ക് അങ്ങനെ ഒന്നും വേണ്ട. നമ്മളൊന്ന് സ്വസ്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളായിക്കോട്ടെ, ഓവർ വോളിയം വേണ്ട നമുക്ക്. മാക്സിമം നമ്മൾ എത്ര എന്താ പറയാ, കുറേ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ചുറ്റിനും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ ആരെന്തും പറഞ്ഞോട്ടെ, നമ്മൾ ഒന്ന് ക്ഷമയോടെ ഇരുന്നാൽ തീരുന്ന പ്രശ്നങ്ങളെ നമുക്ക് ചുറ്റുള്ളൂ. വാഗ്വാദങ്ങൾ നമുക്ക് വേണ്ട. വാഗ്വാദങ്ങൾ വെക്കും തോറും നമ്മൾ എന്തായി പോവും? നശിച്ചു പോവും. സ്വമേധയാ നശിച്ചു പോവും. നമ്മൾക്ക് മൈൻഡ് അപ്സെറ്റായി നമുക്ക് ഉറക്കം വരാത്തൊരവസ്ഥ വരും. ഇതൊന്നും വേണ്ടെന്നേ. നമ്മളെ ആവശ്യമുള്ളവർ ഏത് കാലത്താണെങ്കിലും നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മൾ ആവശ്യമില്ലാത്തവർ ഏത് കാലത്താണെങ്കിലും നമ്മളിൽ നിന്ന് അകന്നു പോകും. എത്ര പിടിച്ചു വെക്കാൻ നോക്കിയാലും നടക്കില്ല. മനസ്സിലായോ? പിന്നെ കിടക്കുന്നതിനെ മുമ്പ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഇപ്പം ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പറ്റില്ല. ചിലപ്പോൾ ഹസ്ബൻഡ്സ് പറയും, ഇവിടെയും നിനക്ക് സത്സംഗവും പാട്ടും എന്താ പറയാ പ്രാർത്ഥനയും തന്നെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സോ ഒരു സാഹചര്യം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വിഷ്ണു സഹസ്രനാമമോ ദേവി മഹാത്മ്യമോ ലളിത സഹസ്രനാമമോ എന്തെങ്കിലും ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുകയോ അല്ലെങ്കിൽ ചെറിയ പതിയ ഒരു സൗണ്ടിൽ നമ്മുടെ മൊബൈലിൽ വെക്കുകയോ ചെയ്ത് സ്വസ്ഥമായി കിടക്കുക. കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുക. അത് വേണ്ട നമുക്ക്. കൂടുതൽ ടെൻഷൻ തരും. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ നോക്കുക. പ്രശ്നങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തീർക്കാൻ ഭഗവാൻ എന്തെങ്കിലും വഴി കാണിക്കും. ഭഗവാൻ അങ്ങനെ 4 വാതിലും അടച്ച് കളയില്ല. ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഓക്കെ? അപ്പൊ സമാധാനത്തോടെ ഇരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം, ധൈര്യത്തോടെ ഇരിക്കണം, ടെൻഷൻ ഇല്ലാതെ ഇരിക്കണം. അതാണ് വേണ്ടത്. ഈ പറയുന്ന എനിക്കുണ്ട് പ്രശ്നങ്ങളൊക്കെ, അല്ലാതെ പ്രശ്നങ്ങളില്ലാതെ ആരും ഇല്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. നമ്മളെല്ലാവരും കലിയുഗത്തിലാണ്. മനസ്സിലായോ? എന്തെങ്കിലും ഒരു വാതില് ഭഗവാൻ തുറന്നു തരും, സംശയമില്ല. അല്ലേ രുക്മ മാതാജി? കിച്ചൂട്ടാ 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 എന്ന് വിളിച്ച് മാതാജി അങ്ങോട്ട് എന്താ പറയാ, ഇല്ലാണ്ടായിപ്പോയി. പക്ഷെ ക്ഷമയോടെ കാത്തിരുന്നു രുക്മ മാതാജി. അവസാനം രുക്മ മാതാജിയെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു. അപ്പൊ അതുപോലെ ഓരോരുത്തരെയും ഭഗവാൻ അനുഗ്രഹിക്കും. സമയം വരണം. നമ്മൾക്കൊരു സമയമുണ്ട്. മനസ്സിലായോ? കഴിഞ്ഞ ജന്മത്തിലൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ കുറേ തെറ്റുകളുണ്ട്. നമ്മുടെ ശരീരം ആ ജന്മത്തിൽ ചെയ്തു പോയി, നമുക്ക് ഓർമ്മകളിലേ ഇല്ല. പക്ഷെ ഈ ആത്മാവ് വീണ്ടും ശരീരം സ്വീകരിച്ച് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് അനുഭവിക്കാൻ നമ്മൾ എന്താണ്? ബാധ്യസ്ഥരാണ്. അതിന്റെ കാഠിന്യം ഭഗവാൻ എന്ത് ചെയ്യുക? കുറച്ച് തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അതെ രമണം പ്രഭു, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോവുക. ഒന്നും ടെൻഷൻ പാടില്ല. എന്ത് പ്രയാസം വന്നാലും ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നില്ല. പക്ഷെ അവിടുത്തെ ഇച്ഛ പോലെ നടക്കട്ടെ എല്ലാം. എന്നാലും എന്താ പറയാ, എനിക്കത് താങ്ങാനുള്ള ശക്തിയെ അവിടുന്ന് നൽകൂ എന്നൊരു പ്രാർത്ഥന മതി. അദ്ദേഹം ആ പ്രശ്നം തീർത്തു തരും, ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക. നമ്മളുടെ തീരുമാനത്തിനല്ല ജീവിതം പോണ്ടത്, ഭഗവാന്റെ തീരുമാനത്തിനാണ് ജീവിതം പോണ്ടത്. അങ്ങനെ പോട്ടെ. നമ്മളെല്ലാവരും ഭഗവാനെ വിളിക്കുന്നവരല്ലേ? സമാധാനത്തോടെ ഇരിക്കുക, എല്ലാ പ്രയാസവും മാറും കേട്ടോ. ആരും വിഷമിക്കേണ്ട. പിന്നെ കവചം, ദേവി മഹാത്മ്യം കയ്യിലുള്ളവര് കവചം വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയാൻ പറ്റില്ല. അയ്യോ മാതാജി വായിച്ചില്ല. സുഖമായിരിക്കുന്നു മാതാജി. അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എക്സാം ആണ് February 5th.
പഠിക്കുന്നു. അപ്പം നമുക്ക് കവചം വായിച്ചോ? എത്ര പേര് വായിച്ചിട്ടുണ്ട് കവചം? ഞാൻ നോക്കട്ടെ. ഞാനല്ല രുക്മ മാതാജി, ഭഗവാനാണ്. അദ്ദേഹം ഏത് രീതിയിൽ എങ്ങനെ വഴികാട്ടും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം വഴികാട്ടി, മാതാജിക്ക് ജോലി കിട്ടി, അത്ര തന്നെ. കവചം ആരൊക്കെ വായിച്ചു? വായിച്ചു. ഓക്കെ ഓക്കെ, സൂപ്പർ സൂപ്പർ. ഓ പാർത്ഥസാരഥി, നിനക്ക് എന്താ ഭഗവാന്റെ പേരും വെച്ചുകൊണ്ട് വന്നിരിക്കുന്നു? എന്തൊക്കെയാ ഈ പറയണേന്നറിയോ? അപ്പൊ ഒന്നും ഉറപ്പായി, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചില്ലറ പാപമൊന്നല്ല ചെയ്തു. ഇങ്ങനൊക്കെ പറയാൻ കൊള്ളാമോ? പറയാൻ പാടില്ല കേട്ടോ. നമ്മളെല്ലാരും പാപം ചെയ്തുകൊണ്ടല്ലേ ഈ ജന്മം നമുക്ക് കിട്ടിയത്. അതൊക്കെ മാറും. ഈ ജന്മം കിട്ടിയതുകൊണ്ടല്ലേ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയത്, ഒന്നുകൂടി ഭഗവാനെ അടുത്തറിയാൻ സാധിച്ചത്. അപ്പൊ ഈ ജന്മത്തിന് നന്ദി പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ദേവി മഹാത്മ്യത്തിന്റെ എത്രാമത്തെ അധ്യായം വായിച്ചു ജയന്തി മാതാജി? ഇനി എത്രാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? അനിൽകുമാരി മാതാജി വായിച്ചു. മനീഷ പറയൂ, ഈ എത്രാമത്തെ അധ്യായം നമ്മൾ പഠിക്കേണ്ടത്? ബിന്ദമ്മ ഉറങ്ങിക്കോളൂ. ബിന്ദമ്മേ, കഷ്ടപ്പെട്ടിരിക്കണ്ട. ഉറങ്ങൂ, ഉറക്കം വരുന്നുണ്ടെങ്കില് ഉറങ്ങിക്കോ. ഉറങ്ങിക്കോ. ഹരേ കൃഷ്ണ. എത്രാമത്തെ അധ്യായ? ടെറസ് പോയി കിടക്കണോ? അധ്യായം 5. എനിക്കറിയാം പ്രസന്നാമേ പറയൂന്ന്. അധ്യായം 5 നമ്മൾ കേൾക്കാൻ പോവാണ്. പഞ്ചമോധ്യായ എന്നാ പറയുന്നത് കേട്ടോ. കവചം എന്നാൽ എന്താണെന്ന് കുഞ്ഞാ ശ്രദ്ധിച്ച് കേൾക്കണം. ആൻറ്റി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കവചം എന്താണ്. എന്നാലും പൊന്നുവിന് പറഞ്ഞുതരാം. കവചം എന്ന് പറഞ്ഞാല്, മോൻ 3ാം ക്ലാസ്സിലല്ലേ പഠിക്കണേ? ഒരു മിനിറ്റ് കേട്ടോ, വാവയുടെ സംശയം തീർത്തു കൊടുക്കട്ടെ. നമ്മുടെ മോനെ പോലെ അല്ലേ. കവചം എന്ന് പറഞ്ഞാല് കണ്ണാ, ഇത് നമ്മളിപ്പോ യുദ്ധം ചെയ്യില്ലേ, നമ്മൾ ടി വിയിലൊക്കെ കാണില്ലേ കണ്ണാ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ, ഹീമാൻ. പിന്നെ നിങ്ങളുടെ ഈ സമയത്ത് ആരൊക്കെയാ യുദ്ധം ചെയ്യണേന്ന് ആന്റിക്ക് അറിഞ്ഞൂടാ. ഫൈറ്റ് സീൻ കണ്ടിട്ടില്ലേ മോൻ? അപ്പൊ ഫൈറ്റ് സീനില് ഒരാള് വേറൊരാളെ ബോഡിയിൽ ഫൈറ്റ് ചെയ്യുമ്പം അടിക്കണ സമയത്ത് അവരെന്തെങ്കിലും ഒരു സെക്യൂർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഇട്ടിട്ടുണ്ടാവും. നല്ല ബാറ്റ്മാന്റെ ശരീരത്തിലൊക്കെ ബോഡിയിലൊക്കെ മോൻ കണ്ടിട്ടില്ലേ? വേറൊരാള് യുദ്ധം ചെയ്യുമ്പോ ഫൈറ്റ് ചെയ്യുമ്പം അത് തെറിച്ചു പോവും, അവരെ ബോഡിയിൽ കിട്ടൂല അല്ലേ? ഇപ്പൊ ഒരാള് വന്നിട്ട് ഒരാളെ കത്തി വെച്ച് കുത്തുകയാണെങ്കിൽ നല്ല പവർഫുൾ ആയിട്ട് അയാൾ നിക്കാന്ന് കുറച്ചോ, അയാളെ കത്തി കൊണ്ട് കുത്തിയാലും ഒന്നും സംഭവിക്കില്ല അയാൾക്ക്, അല്ലെ? ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ക്ലിയർ? കാരണം കേൾക്കുന്നുണ്ടോ ആന്റി പറയുന്നത്? ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും ഇല്ലേ? ആ പ്രൊട്ടക്ഷൻ എന്തായിരിക്കും? ആ 2 പേര് തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പം ഫൈറ്റ് ചെയ്യുന്ന ഒരാളുടെ പേര് എ എന്നാക്കാം, ഒരാളുടെ പേര് ബി എന്നാക്കാം. അപ്പൊ എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന ആളെ ഫൈറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ബി എന്ന് പറഞ്ഞ ആള് ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ആ ഡ്രസ്സ് ഇട്ടത് കൊണ്ട് എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറഞ്ഞ ആളിനെ ഫൈറ്റ് ചെയ്യുമ്പോ ഒരു വലിയ കത്തി വെച്ച് കുത്തി ഈ ബി എന്ന് പറയുന്ന ആളിനെ. ഓക്കെ, എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന ആളിനെ ഒരു കത്തി വെച്ച് കുത്തി. പക്ഷെ ബി എന്ന് പറയുന്ന ആള് നല്ല പവർഫുൾ ആയിട്ടൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ആ പവർഫുൾ ഡ്രസ്സ് ഇട്ടത് കൊണ്ട് ആ കത്തി കൊണ്ട് വെച്ച കുത്ത് ബി എന്ന് പറഞ്ഞ ആളുടെ ബോഡിയിൽ തട്ടിയില്ല. ക്ലിയർ? അപ്പൊ ആ ഡ്രസ്സ് അയാൾക്കൊരു പ്രൊട്ടക്ഷൻ ആണ്. ക്ലിയർ? ഒരു സംരക്ഷണമാണ്. മനസ്സിലായോ കണ്ണ? അപ്പോ ആ സംരക്ഷണം പോലെ നമ്മള് ദേവി മഹാത്മ്യം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഗ്രന്ഥം എന്ന് പറഞ്ഞ ബുക്ക്. ഓക്കെ, ആ ബുക്കില് ഒരു കുറച്ച് ശ്ലോകമുണ്ട്. ശ്ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സോങ് എന്നൊക്കെ പറയില്ലേ മോനെ, അതേപോലെ ഭഗവതി ദേവിയെ കുറിച്ചുള്ള കുറച്ച് കീർത്തനങ്ങൾ. ഓക്കെ,
ആ കീർത്തനത്തിന് നമ്മൾ പറയുന്ന പേരാണ് കവചം. കവചം എന്ന് പറഞ്ഞ രക്ഷ, സെൽഫ് പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ കവചം നമ്മൾ എപ്പോഴും ചൊല്ലിന്ന് വെച്ചോ. മോൻ എന്ത് ചെയ്യാ, അമ്മ ചൊല്ലുന്ന സമയത്ത് ഈ കവചം കേട്ടോണ്ടിരിക്കുക. അങ്ങനെ മോനൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഈ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിക്കുമ്പോൾ മോനും ഇതെടുത്ത് വായിക്കുക. അങ്ങനെ നമ്മൾ ഈ കവചം, അതായത് ഈ കീർത്തനം, ഈ സോങ് നമ്മൾ ദിവസവും ചൊല്ലിന്ന് വെച്ചോ, നമ്മൾക്ക് ദേവി ഒരു പ്രൊട്ടക്ഷനായി നിൽക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ, ഒരു ആപത്ത് വരുമ്പോ ഈ കവചം ചൊല്ലുന്ന ആൾക്കാർക്ക് ദേവി വന്നിട്ട് ഒരു ഭയങ്കര പ്രൊട്ടക്ഷൻ തരും, ഒരു സംരക്ഷണം തരും. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സംരക്ഷണം എന്നാണ്, സേഫ്റ്റി. ഓക്കെ, അപ്പൊ എന്തായി, ഒരു നെഗറ്റീവ്സും നമ്മളിലേക്ക് വരൂല. നമ്മൾ പേടി ഉണ്ടാവില്ല, നമ്മൾ പരീക്ഷയിൽ തോറ്റു പോവില്ല, നമുക്ക് പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും, പിന്നെ നമുക്ക് അസുഖങ്ങൾ വരില്ല, നമുക്ക് ആരും ദ്രോഹം ചെയ്യില്ല. അങ്ങനെ നമ്മൾക്ക് നല്ല പ്രൊട്ടക്ഷൻ ദേവിയുടെ അടുത്തുനിന്ന് കിട്ടും. അങ്ങനെ ദേവിയുടെ അടുത്തുനിന്ന്, ആ ഭഗവതിയുടെ അടുത്തുനിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് കവചം എന്ന് പറയുന്നത്. മനസ്സിലായോ മോന്? ഈ കവചം അമ്മ ചൊല്ലുമ്പോ മക്കൾ എന്നും കേട്ടിരിക്കണം. അപ്പൊ എന്തായി, മോന് നല്ല പ്രൊട്ടക്ഷൻ വരും. ഇപ്പൊ 3ാം ക്ലാസ്സിലല്ലേ എത്തിയത്, ഇനി കുറെ പഠിച്ച് വലിയ കുട്ടിയായിട്ട് നല്ല ജോലിയൊക്കെ കിട്ടും. നമ്മുടെ ഈ സൊസൈറ്റിയിൽ കുറെ പ്രശ്നങ്ങളില്ലേ, കുട്ടികളെ തട്ടിക്കൊണ്ട് പോവുക, പിന്നെ തെറ്റായ ഫ്രണ്ട്സിൽ പോയി പെടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് നല്ലത് വരുത്തും ദേവി. ഇതിനെയാണ് കവചം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ ഉണ്ണിക്ക് കവചം എന്താണെന്ന്? ഇതാണ് കേട്ടോ കവചം. അതാണ് ആന്റി ചോദിച്ചത്, എല്ലാവരും കവചം വായിച്ചോന്ന്. ഇനി ദേവിയുടെ കഥ കേൾക്കാം. മോന് മനസ്സിലാവുന്ന രീതിയിൽ ദേവിയുടെ കവചം കേൾക്കാം കേട്ടോ. അല്ല, ക്ലാസ് കേൾക്കാം, കഥ കേൾക്കാം. ഉണ്ണിക്ക് കുറച്ച് മനസ്സിലാവാതെ വരും, പക്ഷെ കേട്ടാ മതി. മക്കൾക്ക് മനസ്സിലാവുന്ന അത്രയും മനസ്സിലായിക്കോട്ടെ, ബാക്കി അമ്മ മോന് അനുഗ്രഹം നൽകും. ഓക്കെ, ശരി, നമസ്തേ. അപ്പൊ നമുക്ക് പഞ്ചമോധ്യായയില് 5ാമത്തെ അധ്യായത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉത്തമചരിതം എന്നാണ് 5ാമത്തെ അധ്യായത്തെ കുറിച്ച് പറയുന്നത്. ഓക്കെ, നമ്മുടെ അശ്വിനി മാതാജിയുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഡിയർ. എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഗുരുവായൂർ മഞ്ജരീസിന്റെ പേരിൽ മോന് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. നമസ്തേ. ഉത്തമചരിതസ്യ രുദ്രാ ഋഷി മഹാസരസ്വതി ദേവത അനുഷ്ടുപ് ഛന്ദഃ ഭീമാശക്തി ഭ്രാമരീ ബീജം സൂര്യതത്വം സാമവേദസ്വരൂപം ശ്രീ മഹാസരസ്വതി പ്രീത്യർത്ഥം കാമാർത്തേ ജപേ വിനിയോഗ. ഓക്കെ, അപ്പോ ഈ ഒരു ശ്ലോകം 5ാമത്തെ അധ്യായത്തില് ഇനി നമ്മൾ ധ്യാനം എന്താണെന്ന് പഠിക്കാൻ പോകുന്നു. ശ്രദ്ധിച്ച് കേൾക്കാം. ഘണ്ടാശൂലഹലാനി ശംഖമുസലേ ചക്രം ധനുസായകം ഹസ്താബ്ജേ ദദതീം ഗനാന്താ വിലസത് ശ്രീധാശുതല്യപ്രഭാം ഗൗരീ ദേഹസമുദ്ഭവാം ത്രിജഗധാമാധാരഭൂതം മഹാപൂർവാമത്ര സരസ്വതീമനുഭജേ ശുഭാന്തി ദൈത്യാർധിനേ. എന്ന് വെച്ചാല് തൻ്റെ 8 കൈകളിലായിട്ട്, 8 കൈകളില്, ദേവിയുടെ 8 കൈകളിലായിട്ട് മണി, ശൂലം, കലപ്പ, ശംഖ്, ഇരുമ്പുലക്ക, ചക്രം, വില്ല്, ശരം എന്നിവയെ വഹിക്കുന്നവളും, അമ്മയുടെ 8 കൈകളിലായിട്ട് ഇത്രയും സംഭവങ്ങളുണ്ട്, ഇത്രയും കാര്യങ്ങൾ അമ്മയുടെ 8 കൈകളിലുണ്ട്. ശരത്കാല മേഘങ്ങൾക്കിടയിൽ കാണുന്ന ചന്ദ്രന്റെ പ്രഭയോട് കൂടിയവളും, ചന്ദ്രന്റെ പ്രഭയാണ് അമ്മയ്ക്കുള്ളത്, അതിനേക്കാൾ പ്രഭയുണ്ട്, എങ്കിലും ഒരു ഉപമയാണ് കേട്ടോ. പാർവതി ദേവിയുടെ ദേഹത്തു നിന്ന് ഉദ്ഭവിച്ചവളും 3 ജഗത്തിനും ആധാരഭൂതയായവളും, ബുള്ളറ്റ് പ്രൂഫ്, അതെ, ആധാരഭൂതയും ശുംഭൻ തുടങ്ങിയ അസുരന്മാരെ, എല്ലാ കുട്ടികളും കണ്ണൻ തന്നെ. ഞാൻ ലൊക്കേഷനിൽ പോയാൽ എല്ലാവരെയും കണ്ണാന്നാ വിളിക്കുക. വേറൊന്നുമല്ല, കണ്ണാന്ന് വിളിക്കുമ്പോ ഭഗവാന്റെ പേര് ഒന്നുകൂടി പറയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ മഞ്ചരീസിലെ ഗുരുകുലത്തിലെ മക്കൾക്ക് അറിയാം, രേണു മഹേന്ദ്രനൊക്കെ അറിയാം, കണ്ണാന്ന എല്ലാരെയും വിളിക്കണേ. ഭഗവാന്റെ പേരും പറയുന്നു, കുട്ടികളെ കണ്ണാന്ന് വിളിക്കുമ്പോ അവർക്കൊരു സന്തോഷവും, അത്രേ ഉള്ളൂ.
അപ്പോ ആധാരഭൂതയും ശുംഭൻ തുടങ്ങിയ അസുരന്മാരെ ഇല്ലായ്മ ചെയ്തവളുമായിരിക്കുന്ന മഹാസരസ്വതിയെ ഭജിക്കുന്നു എന്നാണ് ഈ ധ്യാനത്തിന്റെ അർത്ഥം. ദേവി 8 കൈകളിലായിട്ട് ഇത്രയും ആയുധങ്ങളോട് കൂടിയിരിക്കുന്നു. അതുപോലെ തന്നെ ശരത്കാല മേഘങ്ങൾക്കിടയിൽ ഇരിക്കുന്ന ചന്ദ്രനെ പോലെ അതിനേക്കാൾ ശോഭയായിരിക്കുന്ന 3 ജഗത്തിനും ആധാരഭൂതയായിരിക്കുന്ന ശുംഭൻ, നിശുംഭൻ, മഹിഷാസുരൻ അങ്ങനെയുള്ള ഒരുപാട് അസുരന്മാരെ ഇല്ലായ്മ ചെയ്തവളുമായിരിക്കുന്ന മഹാസരസ്വതിയെ നമ്മൾ പ്രണമിക്കുന്നു എന്നാണ് പറയുന്നത്. ഋഷിരുവാച, ഋഷി പറഞ്ഞു, പുരാശിംബ നിശുംഭാഭ്യാമാസുരാഭ്യാം ശജീപതേ ത്രൈലോക്യം യജ്ഞഭാഗാശ്ച ഹൃത്യാ മദഫലാശ്രയാത്. പണ്ട് ശുംഭൻ, നിശുംഭൻ എന്നീ മഹാ അസുരന്മാര് അവരുടെ വരബലം കൊണ്ട് അവർ കുറെ വരങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആ ശക്തി കൊണ്ട്, അഹങ്കാരം കൊണ്ടും 3 ലോകങ്ങളെയും യജ്ഞാദി കർമ്മങ്ങളിൽ ദേവന്മാർക്ക് കിട്ടാനുള്ള ഭാഗങ്ങളെയും, യജ്ഞങ്ങളൊക്കെ ചെയ്ത് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ ദേവന്മാർക്ക് എന്ത് ഭാഗം ലഭിക്കുമോ ആ ഭാഗങ്ങളെ എല്ലാ ഭാഗങ്ങളെയും, അതുപോലെ 3 ലോകങ്ങളെയും എല്ലാം ഇന്ദ്രനിൽ നിന്ന് ഈ ശുംഭൻ നിശുംഭന്മാർ എന്ത് ചെയ്തു? അപഹരിച്ചെടുത്തു, അവർ തട്ടിയെടുത്തു. താവേവ സൂര്യധാം തദ്വാധികാരം തദൈന്ദവം കൗബേരമധയാമ്യം ചക്രാദേ വരുണസ്യ ച. അപ്പോ അവർ രണ്ടുപേരും സൂര്യന്റെയും ചന്ദ്രന്റെയും കുബേരന്റെയും യമന്റെയും വരുണന്റെയും അധികാരമെല്ലാം തട്ടിയെടുത്തു. ഒരു രക്ഷയില്ല. ഈ ശുംഭൻ നിശുംഭന്മാര് ദേവാദിദേവനായിരിക്കുന്ന എല്ലാ ദേവന്മാരുടെയും എല്ലാ സ്ഥാനങ്ങളും എല്ലാം എടുത്തിട്ട് എന്ത് പറഞ്ഞു? തട്ടിയെടുത്തു. എൻ്റെ മോൻ കിച്ചൂട്ടനെ ധ്യാൻരാജ് ഹി പറയൂ. അവനോട്, മാതാജിയുടെ മോനോട് ഞാൻ ഹായ് പറയണം എന്നാണോ പറയുന്നത്? കണ്ണാ, നിനക്കും മാതാജിയുടെ ഹായ്. ഓക്കെ. അങ്ങനെ താവേവ പവനർദ്ധീം ചക്രതുർവഹനീ കർമ്മജ തഥോ ദേവാ വിനിർദൂത ഭ്രഷ്ടരാജ്യ പരാജിത. അവര് വായുവിന്റെ അധികാരവും അതുപോലെ തന്നെ അഗ്നിയുടെ കർമ്മങ്ങളും എല്ലാം ഈ മഹിഷാസുരന്മാര്, ഈ ശുംഭൻ നിശുംഭന്മാര് ഇവരെല്ലാം തട്ടിയെടുത്തിരിക്കുകയാണ്. എല്ലാ ദേവന്മാരുടെ സമസ്ത അധികാരങ്ങളും ഇവര് തട്ടിയെടുത്തു. അങ്ങനെ അവരാൽ പരാജയപ്പെട്ട ദേവന്മാർ എന്താ ചെയ്യുന്നത്? രാജ്യമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ധിക്കരിക്കപ്പെട്ടവരായി തീർന്നു. എല്ലാം നഷ്ടപ്പെട്ടവരായി മാറി ദേവന്മാർ. അവർക്ക് ഒരു അധികാരവുമില്ല, ഒരു സ്വാതന്ത്ര്യവും ഇല്ല, രാജ്യവും ഇല്ല, ഒന്നുമില്ല. ഹൃദാധികാരാസ്ത്രിദശാസ്താഭ്യാം സർവേ നിരാകൃത മഹാസുരാഭ്യാം താം ദേവി സംസമരദ്യ പരാജിതാം. ആ മഹാ അസുരന്മാര് അധികാരങ്ങളെല്ലാം തട്ടിയെടുത്തിട്ട് എല്ലാം നഷ്ടപ്പെട്ട ദേവന്മാരെ, അപരാജിതയായ ദേവിയെ നല്ലവണ്ണം സ്മരിച്ചു. ദേവന്മാരുടെ എല്ലാം നഷ്ടപ്പെട്ടപ്പോ, ഒന്നും ഇല്ലാതെ ആയപ്പം ഇവര് ദേവിയെ നന്നായി സ്മരിച്ചു, ഓർത്തു. തയാസ്മാകം വരോധത്തോ യഥാത്പസ്സു സ്മൃതാഖില തവാ ഭവതാം നാശയിഷ്യാമി തക്ഷണാത് പരാമത. നിങ്ങൾക്ക് ഏതു വലിയ ആപത്ത് വന്നാലും ശരി, എന്നെ സ്മരിക്കുകയാണെങ്കിൽ ആ ക്ഷണം തന്നെ ആപത്തുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു തരാം എന്ന് ദേവി നമുക്ക് വരം നൽകിയിട്ടുണ്ട്. എന്ത് വലിയ പ്രശ്നം നമുക്ക് വന്നാലും ശരി, ആ ആദി പരാശക്തിയെ നമ്മൾ ഒന്ന് സ്മരിച്ചാൽ മതി. ഭഗവതി, ആ ആദി പരാശക്തിയായിരിക്കുന്ന ഭഗവതി നമ്മുടെ പ്രശ്നങ്ങൾ തീർത്തു തരാം എന്ന് ഭഗവതി വരം നൽകിയിട്ടുണ്ട്. ഇതി കൃത്വാ മതിദേവാ ഹിമവന്തം നാഗേശ്വരം ജഗസ്തത്ര തതോ ദേവീം വിഷ്ണുമായാം പ്രതിഷ്ഠുവു. ഈ പ്രകാരം നിശ്ചയിച്ചുറപ്പിച്ചിട്ട് ദേവന്മാർ പർവ്വതശ്രേഷ്ഠനായ ഹിമവാനെ പ്രാപിച്ച് വിഷ്ണുമായായ ദേവിയെ ഭക്തിയോടെ സ്തുതിച്ചു. ദേവന്മാരെന്ത് ചെയ്ത്? പർവ്വതശ്രേഷ്ഠനായ ഹിമവാന്റെ അടുത്ത് പോയിട്ട്, ഹിമാലയത്തിൽ പോയിട്ട് ദേവന്മാര് വിഷ്ണുമായായിരിക്കുന്ന ദേവിയെ എന്ത് ചെയ്തു? അപ്പോ ദേവന്മാര് ദേവിയെ പോയിട്ട് എന്താ ചെയ്യുന്നത്? ദേവിയെ സ്മരിച്ചു. ഓക്കെ, ഒറ്റ മിനിറ്റ് ഞാനൊന്ന് വായിച്ചോട്ടെ. സാന്ദ്രയ്ക്ക് നല്ല മാർക്കുണ്ട്. സൂപ്പർ.
സാന്ദ്ര, കൺഗ്രാറ്റ്സ്. സാന്ദ്രയും സാന്ദ്രയുടെ അമ്മ ശാന്ത മാതാജിയും മോനും ഒക്കെ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച. അവരിവിടെ തൊട്ടടുത്താണ്, എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ കിച്ചൂട്ടനെ കാണാൻ വരും, വീട്ടിലുണ്ടാവും, ഇവിടുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ സാന്ദ്രയ്ക്ക് നല്ല മാർക്ക് ഉണ്ടെന്ന് അറിയാൻ ഒത്തിരി സന്തോഷം. കൺഗ്രാറ്റ്സ് മോളെ. ഇനി ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് പോവാം. നിങ്ങൾക്ക് ആ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടു പോകും, ക്ഷമിക്കുക. നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ എനിക്കതിന് മറുപടി തരാതിരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. അങ്ങനെ എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെട്ട ദേവന്മാർ ഏത് പ്രശ്നം വന്നാലും ശരി ഭഗവതി കൂടെ ഉണ്ടാവും എന്ന ഉറപ്പ് നൽകിയത് കൊണ്ട് ഹിമാലയത്തിൽ പോയിട്ട് ദേവിയെ സ്മരിച്ചു. ദേവാവാച, ദേവന്മാര് പറഞ്ഞു, നമോ ദേവിയെ മഹാദേവിയെ ശിവായം സതതം നമ നമ പ്രകൃതിയെ ഭദ്രായ നേതാ പ്രണതാസ്മതാം. സ്വയം പ്രകാശരൂപിണിയായിരിക്കുന്ന മഹാന്മാരായിരിക്കുന്ന ബ്രഹ്മാദികൾ പോലും സ്തുതിക്കപ്പെടുന്നവളും, അതായത് ബ്രഹ്മദേവനും മഹാദേവനും വിഷ്ണു ഭഗവാൻ പോലും സ്തുതിക്കുന്ന, ലോകത്തിൽ എല്ലാവർക്കും മംഗളം ചെയ്തരുളുന്ന, ലോകത്തിന്റെ കാരണഭൂതയായിരിക്കുന്ന, ഭജിക്കുന്നവർക്ക് നല്ല ഫലം നൽകുന്ന ദേവിയെ ഞങ്ങൾ വിനീതമായി നമസ്കരിക്കുന്നു. രൗദ്രായേ നമോ നിത്യായേ ഗൗരേ ധാത്രേ നമോ നമ, ജ്യോത്സ്നായേ ചേന്ദുരൂപിണ്യേ സുഖായേ സതതം നമഃ. രുദ്രനെ പോലെ ഉഗ്രമായിരിക്കുന്ന രൂപത്തോടു കൂടിയ, നിത്യയായിരിക്കുന്ന, നിത്യ കന്യകയാണെങ്കിലും ലോകമാതാവായിരിക്കുന്ന, ഗൗരിയായിരിക്കുന്ന ദേവിക്ക് വീണ്ടും വീണ്ടും ഞങ്ങൾ നമസ്കാരം പറയുന്നു. പ്രകാശരൂപിണിയായിരിക്കുന്ന, ചന്ദ്രരൂപിണിയായിരിക്കുന്ന, പരമാനന്ദ സ്വരൂപയായിരിക്കുന്ന ദേവിക്ക് എപ്പോഴും ഞങ്ങളുടെ നമസ്കാരം. ഇത് ദേവന്മാർ അമ്മയോട് പറയാണ് കേട്ടോ, അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് ഇതൊക്കെ. കാലാണ്യേ പ്രണതാം വൃദ്ധ്യേ സിദ്ധ്യേ കൂർമേ നമോ നമ, നൈരത്യേ ഭൂഭൃതാം ലക്ഷ്മേ ശർവാണ്യേധേ നമോ നമ. ധ്യാൻരാജ്, ക്ലാസ് കേൾക്ക് കണ്ണാ, ആന്റി കഥ പറഞ്ഞുതരാം ദേവിയെ കുറിച്ച്, ക്ലാസ് കേൾക്കൂ കേട്ടോ. നമസ്കരിക്കുന്നവർക്ക് സർവമംഗളവും ഐശ്വര്യവും നൽകുന്ന, അഷ്ടൈശ്വര്യ അഷ്ടസിദ്ധി സ്വരൂപിണിയായിരിക്കുന്ന, അസുരശക്തിയായിരിക്കുന്ന, രാജലക്ഷ്മിയായിരിക്കുന്ന, ശിവശക്തിയായിരിക്കുന്ന അമ്മയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ദേവന്മാർ അമ്മയോട് പറയാണ്, ദുർഗായേ ദുർഗപാരായേ സാരായേ സർവകാരിണ്യേ ധ്യാതേ തഥൈവ കൃഷ്ണായേ ധൂമ്രായേ സതതം നമഃ. ഭക്തജനങ്ങളെ സംസാര സാഗരം, അതായത് ഈ ലോകത്തിലെ ദുഃഖങ്ങളെയാണ് നമ്മൾ സംസാര സാഗരം എന്ന് പറയുന്നത്. ഭക്തജനങ്ങൾക്ക് ഈ ലോകത്തിലെ ദുഃഖ ദുരിതങ്ങളെയെല്ലാം മറികടക്കാൻ സഹായിക്കുന്ന ദുർഗാദേവിയും, എല്ലാത്തിനും കാരണമായിരിക്കുന്ന, സർവ ജഗത്തിനെയും സൃഷ്ടിക്കുന്ന, യശോരൂപിണിയായിരിക്കുന്ന, കൃഷ്ണവർണ്ണയായിരിക്കുന്ന, ധൂമ്രവർണ്ണയായ ദേവിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. അതിസൗമ്യാതിരൗദ്രായ നതാസ്തസ്യേ നമോ നമ, നമോ ജഗത് പ്രതിഷ്ഠായ ദേവിയെ കൃത്യൈ നമോ നമ. ഒരേ സമയം ഭക്തരോട് വളരെ സൗമ്യതയോടും ശത്രുക്കളോട് അതിരൗദ്രയായും വർത്തിക്കുന്ന ദേവിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഈ ലോകത്തിന് ആധാരശക്തിയായിരിക്കുന്ന, ക്രിയാത്മകവുമായിരിക്കുന്ന ദേവിക്ക് ഞങ്ങളുടെ നമസ്കാരം. യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിത, നമസ്തസ്യേ 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 നമോ നമഃ. സർവഭൂതങ്ങളിലും വിഷ്ണുമായയുടെ രൂപത്തിൽ, അതായത് മായാശക്തിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് നമ്മുടെ എല്ലാവരുടെയും നമസ്കാരം, നമസ്കാരം, നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ചേതനേ ഭീധീയതേ, നമസ്തസ്യേ 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 നമോ നമഃ. സർവഭൂതങ്ങളിലും ചേതനാരൂപത്തിൽ, ചേതന എന്ന് പറഞ്ഞാൽ ബോധം, ബോധത്തിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത, നമസ്തസ്യേ 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 നമോ നമഃ. സർവഭൂതങ്ങളിലും ബുദ്ധിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് നമസ്കാരം, നമസ്കാരം, നമസ്കാരം. യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത,
നമസ്തസ്യേ 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 നമോ നമഃ. സർവഭൂതങ്ങളിലും നിദ്രാ ഇന്ദ്രിയങ്ങളെയും, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളെയും എല്ലാം പ്രവർത്തിപ്പിക്കാതിരിക്കുന്ന അവസ്ഥ, അതായത് നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ ഒന്നും സാധിക്കാത്ത രൂപത്തിൽ ഇരിക്കുന്ന നമ്മുടെ അവസ്ഥയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ക്ഷുധാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. സർവഭൂതങ്ങളിലും ക്ഷുധാരൂപത്തിൽ, അതായത് ക്ഷമ, അതായത് ഭക്ഷിക്കണം എന്ന ഇച്ഛ, അതാണ് ക്ഷുധ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ഛായാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. എല്ലാ ഭൂതങ്ങളിലും എല്ലാത്തിലും ഛായ എന്ന് പറഞ്ഞാൽ നിഴലിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ പ്രതിബിംബത്തിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് നമസ്കാരം നമസ്കാരം നമസ്കാരം. ഇട്ടുവരാം മാതാജി. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. അതായത് ശക്തി, പ്രവർത്തിക്കാനുള്ള കഴിവ്, ആ രൂപത്തിൽ എല്ലാത്തിലും സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു തൃഷ്ണാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. അതായത് എല്ലാ ഭൂതങ്ങളിലും എല്ലാത്തിലും തൃഷ്ണ എന്ന് പറഞ്ഞാൽ ഭോഗാഭിലാഷം, ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ക്ഷാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ക്ഷാന്തി എന്ന് പറഞ്ഞാൽ ശാന്തത, ക്ഷമാശീലം, ആ രൂപത്തിൽ എന്താണ് സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ജാതിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. എല്ലാ ഭൂതങ്ങളിലും എല്ലാത്തിലും, ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാന ധർമ്മം അല്ലെങ്കിൽ മനുഷ്യരിൽ മനുഷ്യത്വം, മൃഗങ്ങളിൽ മൃഗീയത്വം, ഇതെല്ലാം ഉണ്ടാവും. ഈ രൂപത്തിലെല്ലാം സ്ഥിതി ചെയ്യുന്നത് ദേവി തന്നെയാണ്. ആ ദേവിക്ക് നമ്മുടെ നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. അപ്പോ ലജ്ജ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത് എന്തോ, നമ്മൾ എന്തോ ചെയ്യാൻ പോകുമ്പോൾ അയ്യോ അത് ചെയ്യണ്ട, നാണക്കേടാണ് എന്ന തിരിച്ചറിവിനെയാണ് അത് പറയുന്നത്. ആ രൂപത്തിൽ എല്ലാ ഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് നമ്മുടെ നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. കാമക്രോധാദികൾ, അതായത് കാമവും ദേഷ്യവും ഒന്നും ഉണരാത്ത അവസ്ഥയെയാണ് ശാന്തി എന്ന് പറയുന്നത്. ആ രൂപത്തിൽ ദേവി നമ്മളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ദേവിക്കും നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. അതായത് ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മങ്ങൾ, വേദങ്ങൾ, കൃത്യനിഷ്ഠ, ഇതെല്ലാം അനുഷ്ഠിക്കാനുള്ള നമ്മുടെ ബോധത്തെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ആ രൂപത്തിൽ നമ്മളിൽ നല്ല എല്ലാ ഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു കാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. കാന്തി എന്ന് പറഞ്ഞാൽ ശോഭ, ഒരു അട്രാക്ഷൻ, എല്ലാത്തിലും ഒരു ഭംഗിയുണ്ട്, മനോഹാരിതയുണ്ട്, അതും ദേവിയാണ്. സർവഭൂതങ്ങളിലും കാണുന്ന ആ മനോഹാരിതയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്കും നമ്മുടെ നമസ്കാരം 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 എന്നാ പറയുന്നത്. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ഐശ്വര്യം, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, സർവഭൂതങ്ങളിലും ഐശ്വര്യത്തിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് നമ്മുടെ നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു വൃത്തിരൂപേണ സംസ്ഥിത
നമസ്തസ്യേ 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 നമോ നമഃ. അതായത് വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാനുള്ള, തൊഴിൽ ചെയ്യാനുള്ള നമ്മുടെ ആഗ്രഹം, അതിനെയാണ് വൃത്തി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എല്ലാവർക്കും അങ്ങനെയുള്ള ആ ഒരു ദേവിക്ക് ആ ചിന്ത ഉള്ള സർവഭൂതങ്ങളിലും ആ ചിന്തയുണ്ട് അല്ലെ. ആ ദേവിക്കും നമസ്കാരം എന്ന് പറയുന്നു. യാ ദേവി സർവഭൂതേഷു സ്മൃതി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മശക്തി. എല്ലാവരിലും ഓർമ്മശക്തി ഉണ്ട്. ചെറിയ കാര്യമാണെങ്കിലും ഒരു മറവിയുടെ ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് പോലും ഒരു ഓർമ്മയുണ്ട് അല്ലെ. അങ്ങനെയുള്ള ആ ദേവിക്ക് നമസ്കാരം 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 എന്നാ പറയുന്നത്. യാ ദേവി സർവഭൂതേഷു ദയാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ദയ എന്ന് പറഞ്ഞാൽ കാരുണ്യം. എല്ലാ സർവഭൂതങ്ങളിലും കാരുണ്യമുണ്ട്. ആ കാരുണ്യത്തിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതും അമ്മ തന്നെയാണ്. ആ അമ്മയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു തുഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. തുഷ്ടി എന്ന് പറഞ്ഞാൽ തൃപ്തിയോടുള്ള സന്തോഷം. ചെറുത് കിട്ടിയാലും വലുത് കിട്ടിയാലും സന്തോഷം തന്നെ. യാതൊരു പരാതികളുമില്ല, പരിഭവവുമില്ല. ആ ഒരു സമചിത്തതയോടെയുള്ള മനസ്സും ദേവി തന്നെയാണെന്നാ പറയുന്നത്. ആ ദേവിക്കും നമസ്കാരം നമസ്കാരം നമസ്കാരം. സർവഭൂതങ്ങളിലും ഇങ്ങനെയുള്ള എല്ലാ ഭാവങ്ങളിലും അമ്മ കുടികൊള്ളുന്നുണ്ട്. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. സർവഭൂതങ്ങളിലും മാതാവിന്റെ രൂപത്തിൽ അമ്മ കുടികൊള്ളുന്നു. ആ അമ്മയ്ക്ക് നമ്മുടെ നമസ്കാരം നമസ്കാരം നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ഭ്രാന്തി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. ഭ്രാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് കാര്യത്തെയും തെറ്റായി ചിന്തിക്കുന്നതിനെയാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അവസ്ഥയും ആരാണ്? അമ്മ തന്നെയാണ്. ആ അമ്മയ്ക്കും നമസ്കാരം നമസ്കാരം നമസ്കാരം. ഇന്ദ്രിയാണാം അധിഷ്ഠാത്രി ഭൂതാനാം അഖിലേഷു യാ ഭൂതേഷു സതതം തസ്യ പ്രാപ്യേ ദേവ്യേ നമോ നമഃ. എല്ലാ ജീവജാലങ്ങളിലും കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും മനസ്സിനും അതുപോലെ പഞ്ചഭൂതങ്ങൾക്കും എല്ലാത്തിനും അധിഷ്ഠാനം, എന്താ പറയാ, അതുപോലെ എല്ലാത്തിനും അധികാരവും ഒക്കെ അമ്മ തന്നെയാണ്. എല്ലാ സ്ഥലത്തും വ്യാപിച്ചു കിടക്കുന്ന ആ ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ദേവിക്ക് നമ്മുടെ എല്ലാവരുടെയും നമസ്കാരം. ചിതിരൂപേണയാ കൃത്സനേ മേധാദ്വാപ്യാസ്ഥിതാ ജഗത് നമസ്തസ്യേ 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 നമോ നമഃ. ഈ ജഗത്ത് മുഴുവൻ, ഈ ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ചിതി എന്ന് പറഞ്ഞാൽ പരമമായിരിക്കുന്ന ബോധം, മനസ്സിലായില്ലേ? ചിതിരൂപേണ പരമമായിരിക്കുന്ന ആ ബോധമായിരിക്കുന്ന ശക്തിയായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം 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 എന്നാ പറയുന്നത്. സ്തുതാസുരേ പൂർവമഭീഷ്ട സംപ്രയാ തഥാ സുരേന്ദ്രേണ ധീനേഷു സേവിധ കരോതു സാന ശുഭഹേതുരീശ്വരീ ശുഭാനി ഭദ്ര്യാണി വിഹന്തു ചാപത യാ സാമ്പ്രതാം ചോദാ ദൈത്യാതാവിദേ അസ്മാഭിരീഷാ ച സുരേർനമസ്സസ്ത്യേ യാചാ സ്മൃതാ തക്ഷണമേവ ഹന്തിന സർവാപാദോ ഭക്തി വിനമ്രമൂർത്തിഭി. ബ്രഹ്മാദികളാൽ പണ്ട് സ്തുതിക്കപ്പെട്ടിട്ടുണ്ട്. അമ്മയെ ബ്രഹ്മാദികൾ സ്തുതിച്ചിട്ടുണ്ട്. അഭീഷ്ട കാര്യസാധ്യം നിമിത്തം നമ്മൾ എന്ത് കാര്യം നടക്കണോ ആ കാര്യസാധ്യതയ്ക്കായിട്ട് ഇന്ദ്രൻ എന്ത് ചെയ്തിരിക്കുന്നു? ദിവസവും അമ്മയെ സേവിച്ചിട്ടുണ്ട്. ഇന്ദ്രൻ എന്തോ ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് ദിവസവും അമ്മയെ സേവിച്ചിട്ടുണ്ട്. അഹങ്കാരികളായിരിക്കുന്ന അസുരന്മാരാൽ ദ്രോഹിക്കപ്പെട്ട അസുരന്മാര് ദേവന്മാരെ വല്ലാതെ ദ്രോഹിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെയുള്ള അസുരന്മാരെ എല്ലാം നശിപ്പിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനും ദേവന്മാരും എല്ലാം ദിവസവും അമ്മയെ നമസ്കരിച്ച് എല്ലാ ആപത്തുകളിൽ നിന്ന് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരെയും അമ്മ നശിപ്പിച്ചിട്ട്
ആ ഈശ്വരി നമ്മൾക്ക് സുഖവും സമാധാനവും എല്ലാം എല്ലാം നൽകിയിട്ട് ആപത്തുകളെ എല്ലാം നശിപ്പിക്കട്ടെ എന്നാണ് പറയുന്നത്. അനികുമാരി മാതാജി, നമുക്ക് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്ന സമയത്ത് ദീക്ഷയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഗുരുദേവൻ ഒരു നവാക്ഷരി കൊടുക്കും. ആ നവാക്ഷരി ജപിച്ചിട്ട് വേണം കവചം, അർഗളം, കീലകം എല്ലാം ജപിച്ചിട്ട് വേണം പ്രഥമോധ്യായത്തിലേക്ക് പോകാൻ. അവസാനം അപരാധ ക്ഷമാപണ മന്ത്രമുണ്ട്. അതും കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നവാക്ഷരി ജപിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ദേവി മഹാത്മ്യം പൂർണ്ണമാകുന്നത്. ഇനി നവാക്ഷരി ലഭിച്ചിട്ടില്ലാത്ത ഭക്തർക്ക് ദേവി മഹാത്മ്യം ജപിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. നിർബന്ധമായിട്ടും ജപിക്കാം. എന്ത് വലിയ കാര്യം ചെയ്താലും ചെയ്തില്ലെങ്കിലും, തെറ്റ് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും, അമ്മയായിരിക്കുന്ന മഹാമായ ഭഗവതി ഒരു മക്കളെയും കൈവിടില്ല. അമ്മ കരുണാമയാണ് എന്ന് കരുതി തെറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്തു പോയാൽ അമ്മയുടെ അടുത്ത് നിന്ന് ശിക്ഷ ലഭിക്കാതെ ഇല്ല കേട്ടോ. മാതാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അമ്മയുടെ മടിത്തട്ടിനേക്കാൾ വലിയൊരു സ്ഥാനവും സമാധാനവും ശാന്തിയും ഈ ഭൂമിയിൽ വേറെ എവിടെയില്ല. അമ്മയുടെ മടിത്തട്ടിൽ പോയി ഒന്ന് കിടന്നാ മതി, സർവവും അമ്മ നോക്കിക്കോളും. നമ്മളുടെ മക്കൾ എന്ത് തെറ്റ് ചെയ്തു വന്നാലും നമ്മൾ ഒന്ന് വഴക്ക് പറഞ്ഞാലും എന്താ അടുത്തത് പറയാ? പോട്ടെ, സാരല്ല, അമ്മ നോക്കിക്കോളാം, അമ്മയുണ്ട് ഇവിടെ എന്ന് പറയും. അപ്പൊ ആ ഒരു വാക്കിനെ അപ്പുറത്തേക്ക് ആ കുട്ടിക്ക് മറ്റൊരു സമാധാനം ഇല്ല. അത് തന്നെയാണ് ഇവിടെ ഭഗവതിയും ദേവി മഹാത്മ്യത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ചിട്ടകളും എല്ലാം ഉണ്ടെങ്കിലും ചിട്ട തെറ്റിച്ചാലും അമ്മയ്ക്ക് പരാതിയില്ല. അമ്മയെ സ്മരിച്ചാ മതി. അമ്മയെ ഓർത്തില്ലെങ്കിലും അമ്മ നമ്മളെ ഓർക്കും. അതാണ് ഭഗവതിയും മക്കളും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് നവാക്ഷരി ഉണ്ടെങ്കിൽ നവാക്ഷരി ജപിച്ചിട്ട് വേണ്ട രീതിയിൽ മുന്നോട്ട് പോവുക. ഇനി നവാക്ഷരി ഇല്ലെങ്കിൽ അതും തെറ്റൊന്നുമില്ല. അമ്മയെ സ്മരിക്കുക. അമ്മയുടെ കീർത്തനങ്ങൾ ഏത് ചൊല്ലിയാലും അമ്മയ്ക്ക് സന്തോഷമാണ്. ദേവി മഹാത്മ്യം അത്യുത്തമമാണ്. ഓക്കെ, ടെൻഷനൊന്നും വേണ്ട. അങ്ങനെ ബ്രഹ്മാദിദേവന്മാരും എല്ലാവരും ഭഗവതിയെ സ്മരിച്ചിട്ടുമുണ്ട്, ആരാധിച്ചിട്ടുമുണ്ട്, സേവിച്ചിട്ടുമുണ്ട്. അതിന്റെ പുറത്ത് ദേവി എന്താ ചെയ്തിരിക്കുന്നത്? അവരെ ദ്രോഹിച്ച എല്ലാ അസുരന്മാരെയും അമ്മ നിഗ്രഹിച്ച് ദേവന്മാർക്ക് ശാന്തിയും സമാധാനവും അധികാരവും തിരിച്ചു നൽകിയിട്ടുമുണ്ട്. ഋഷിരുവാച, ഋഷി പറഞ്ഞു, ഏവം സ്ഥാവധിയുക്താനാം ദേവാനാം തത്ര പാർവതി സ്ഥാതുമഭ്യായയൗ തോയേ ജാൻവ്യാ നൃപനന്ദന. ഇങ്ങനെ ദേവന്മാർ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോ പാർവതി ദേവി ഗംഗയിൽ സ്നാനം ചെയ്യാനായിട്ട് വന്നു ചേർന്നു. ദേവന്മാർ ഇങ്ങനെ ഭഗവതിയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാർവതി ദേവി ഗംഗയിലേക്ക് വന്നു സ്നാനം ചെയ്യാനായിട്ട്, കുളിക്കാൻ വേണ്ടിയിട്ട്. സാഭ്രവീത്താൻ സുരാൻ സുബ്രുർഭവതി സ്തൂയധോത്രാഘാ ശരീരകോശതച്ചാസി സമുദ്ഭയാബ്രവീശിവ. സുന്ദരിയായിരിക്കുന്ന പാർവതി ദേവി ദേവന്മാരോട് നിങ്ങൾ ആരെയാണ് സ്തുതിക്കുന്നത് എന്ന് ചോദിച്ചു. ദേവി ചോദിച്ചു, നിങ്ങൾ ആരെയാണ് സ്തുതിക്കുന്നത്? പാർവതി ദേവിയുടെ ശരീരകോശത്തിൽ നിന്നും ആദിശക്തിയായിരിക്കുന്ന ആ ശിവ, പാർവതി ദേവിയുടെ ശരീരത്തിൽ നിന്നും ആദിയായിരിക്കുന്ന ശിവ ഉദ്ഭവിച്ചിട്ട് അതിന് ഉത്തരം പറഞ്ഞു. ദേവന്മാരോടാണ് ദേവി ചോദിച്ചത്. പക്ഷെ ദേവിയുടെ ശരീരത്തിൽ നിന്ന് തന്നെ ആദിയായിരിക്കുന്ന ശിവ ഉദ്ഭവിച്ചു. എന്നിട്ട് ഉത്തരം കൊടുക്കാണ്. സ്തോത്രം മമേത്ക്രിയതേ ശുംഭദൈത്യാ നിരാകൃതേ ദേവേ സമേധേ സമരേ നിശുംഭേന പരാജിതേ. എന്ന് വെച്ചാല് യുദ്ധത്തിൽ നിശുംഭനാൽ തോൽപ്പിക്കപ്പെട്ടവരും ശുംഭനാൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുമായിരിക്കുന്ന ദേവന്മാർ എല്ലാവരും ചേർന്ന് എന്നെ ഇപ്പോൾ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ദേവിയുടെ ശരീരത്തിൽ തന്നെ ആദിയായിരിക്കുന്ന ആദിശക്തിയായിരിക്കുന്ന ശിവ ഉദ്ഭവിച്ചിട്ടാണ് ഇതിനുള്ള ഉത്തരം പറയുന്നത്. ഈ അസുരന്മാരെല്ലാം ഇവരെ തോൽപ്പിച്ചു കളഞ്ഞു, ദേവന്മാരെ. ആ ദേവന്മാര് എന്താ ചെയ്യുന്നത്? എല്ലാവരും ചേർന്നിട്ട് എന്നെയാണ് ഇപ്പോൾ സ്തുതിക്കുന്നത് എന്ന് പറഞ്ഞു. ദേവിയുടെ ശരീരത്തിൽ നിന്ന് ആദിശക്തിയായിരിക്കുന്ന ശിവ പുറത്തു വന്നിട്ടാണ് ഇത് പറയുന്നത്. ശരീരകോശാദ്യത്തസ്യാ പാർവത്യാ നിസ്താംബിക കൗശീകിതി സമസ്തേഷു തഥോ ലോകേഷു ഗീയതേ. പാർവതി ദേവിയുടെ ശരീരകോശത്തിൽ നിന്നും ഉദ്ഭവിച്ചതായതുകൊണ്ട് ആ അംബികയെ എന്ത് വിളിക്കുന്നു? കൗശികി എന്ന് വിളിക്കുന്നു. പാർവതി ദേവിയുടെ ശരീരത്തിൽ നിന്ന് ഉദ്ഭവിച്ചത് കൊണ്ട് ആ ശക്തിയെ നമ്മൾക്ക് കൗശികി എന്ന് വിളിക്കാം.
തസ്യാമി നിർഘയതാം തു കൃഷ്ണ വൃത്സാഭി പാർവതി കാളികേതി സമാഖ്യത്യ ഹിമാചലകൃതാശ്രയ. പുറത്തു വന്നപ്പോ തന്നെ പാർവതി ദേവി കറുത്ത വർണ്ണത്തിലായി തീർന്നു. പാർവതി ദേവിയുടെ ശരീരത്തിൽ നിന്ന് വന്ന ആ കൗശിക പുറത്ത് വന്നപ്പം എന്താണ്? കറുത്ത നിറത്തിലായിപ്പോയി. എന്നിട്ടോ കാളിക എന്ന പേരിൽ ആ ഭഗവതി ഹിമാലയത്തിൽ തന്നെ വസിച്ചു. കാളിക എന്ന പേരിൽ ആ ദേവി ഹിമാലയത്തിൽ തന്നെ വസിച്ചു. തഥോംബികാം പരം രൂപം ബിഭ്രാണാം സുമനോഹരം ദദർശാ ചണ്ഡോ മുണ്ടച്ച ബൈധൗ ശുംഭനിശുംഭയോ. ശുംഭനിശുംഭന്മാരുടെ സേവകനായിരിക്കുന്ന ചണ്ഡനും മുണ്ടനും. ശുംഭനിശുംഭന്മാരുടെ സേവകനാണ് ആര്? ചണ്ഡനും മുണ്ടനും. ഏറ്റവും മനോഹരമായിരിക്കുന്ന രൂപത്തെ ധരിച്ചിരിക്കുന്ന ആ അംബികാദേവിയെ കണ്ടു. ശുംഭനിശുംഭന്റെ സേവകന്മാരാണ് ചണ്ഡമുണ്ടൻ. അവര് ഈ സുന്ദരിയായിരിക്കുന്ന അംബികയെ അവിടെ വെച്ച് കണ്ടു. താഭ്യാം ശുംഭായ ചാക്യാധ്യാസാതീവ സുമനോഹര കാപ്യാസ്തദേ സ്ത്രീ മഹാരാജ ഭാസയന്തി ഹിമാചലം. അല്ലയോ മഹാരാജാവേ, ഹിമാലയത്തെ ശോഭിപ്പിക്കുന്നവളും വളരെ സുന്ദരിയായിരിക്കുന്ന ഒരു സ്ത്രീ അവിടെ ഹിമാലയത്തിൽ വസിക്കുന്നുണ്ട്. ഇവര് പോയിട്ട് ചണ്ഡമുണ്ടൻ പോയിട്ട് ആരോട് പറഞ്ഞു? ശുംഭനിശുംഭനോട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് അറിഞ്ഞോ, ഹിമാലയത്തെ പോലും ശോഭിപ്പിക്കുന്ന അതിസുന്ദരിയായിരിക്കുന്ന ഒരു സ്ത്രീ ഹിമാലയത്തിൽ വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നൈവതാതൃക്വചിദ്രൂപം ദൃഷ്ടം കേനചിത്തുത്തമം ന്യായധാം കാപ്യസ്യൗ ദേവി ഗൃഹദാം ചാസുരേശ്വര. അത്രയും സൗന്ദര്യവതിയായിരിക്കുന്ന ഒരു സ്ത്രീയെ ആരും എങ്ങും കണ്ടിട്ടില്ല മുമ്പൊരിക്കലും. അവൾ ആരാണെന്ന് മനസ്സിലാക്കി അവളെ അങ്ങ് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു. സ്ത്രീരത്നവതി ചാർവാംഗി ദ്യോതയന്തി ദിശസ്തിഷ സാധുതിഷ്ഠതി ദൈത്യേന്ദ്ര താം ഭവാൻ ദൃഷ്ടമർഹതി. അല്ലയോ അസുരേശ്വര, അവൾ നല്ല അംഗസൗഷ്ഠമുള്ളവളാണ്. കാരണം എന്താ? നല്ല ശരീര ഭംഗിയുള്ളവളാണ്, ആകാര ഭംഗിയുള്ളവളാണ് രമണൻ പ്രഭു. തന്റെ ശോഭ കൊണ്ട് 4 ദിക്കുകളെയും അവൾ പ്രകാശിപ്പിക്കുന്നു. സ്ത്രീ രത്നമാണവൾ. ഹിമാലയത്തെ പോലും അവൾ പ്രകാശിപ്പിക്കുന്നു. എന്തുകൊണ്ടും അവളെ കാണാനുള്ള യോഗ്യത അങ്ങേക്കുണ്ട്. ഈ ശുംഭനിശുംഭനോട് പോയിട്ട് പറയാണ്, അവളെ കാണാനുള്ള യോഗ്യത അങ്ങേക്കുണ്ട്. യാനി രത്നാനാനി മണയോ ഗജാശ്വാധിനി വൈ പ്രഭോ ത്രൈലോക്യേ തു സമസ്താനി സാമ്പ്രതാം ബാന്ധിതേ ഗൃഹേ. പ്രഭോ, 3 ലോകത്തിലുമുള്ള എല്ലാ ശ്രേഷ്ഠമായിരിക്കുന്ന വസ്തുക്കളും രത്നങ്ങളും ശ്രേഷ്ഠമായിരിക്കുന്ന ആന, കുതിര തുടങ്ങിയ എല്ലാം അങ്ങയുടെ കയ്യിലുണ്ട്, അങ്ങയുടെ ഭവനത്തിലുണ്ട്. ഐരാവത സമാനീതോ ഗജരത്നം പുരന്തരാത് പാരിജാതരുശ്ചായം തദേവേജോശ്രവാഹയ. ഐരാവതം എന്നു പേരുള്ള ഗജരത്നം, പാരിജാതം എന്നു പേരുള്ള ശ്രേഷ്ഠമായിരിക്കുന്ന വൃക്ഷം, ഉച്ചൈശ്രവസ് എന്നു പേരുള്ള കുതിര, ഇതെല്ലാം അങ്ങ് ഇന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്നു. വിമാനാം ഹംസ സംയുക്തമേതിഷ്ഠതീതേങ്കണേ രത്നഭൂതാമിഹാതിനീതം യഥാസീദ്വേദസോ ബഭൂതം. ആശ്ചര്യകരമായിരിക്കുന്ന ഹംസത്തോടു കൂടിയതും ശ്രേഷ്ഠമായിരിക്കുന്ന ബ്രഹ്മാവിന്റെ വിമാനം ഇവിടെ കൊണ്ടുവന്ന് അങ്ങയുടെ മുറ്റത്ത്, അങ്ങയുടെ അങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. 3 ലോകങ്ങളിലുമുള്ള സർവശ്രേഷ്ഠമായിരിക്കുന്നതും അങ്ങയുടെ കയ്യിലുണ്ട്. നിതിരേഷ മഹാപത്മസമാനീധോധനേശ്വരാത് കിഞ്ചലീകീനിന്ദദൗ ചാബ്ദിർമാല മമളാന പങ്കജാം. മഹാപത്മം എന്ന ഈ നിധി കുബേരന്റെ അടുത്തു നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കേസരങ്ങളോട് കൂടിയതും ഒരിക്കലും വാടാത്തതുമായിരിക്കുന്ന താമരയെ കൊണ്ട് കെട്ടിയ മാല പോലും സമുദ്രം അങ്ങേക്ക് തന്നിട്ടുണ്ട്. ഈ മാല പോലും ഒരിക്കലും വാടിപ്പോവില്ല, അല്ലേ? ഛത്രം തേ വാരുണം ഗേഹി കാഞ്ചന ശ്രാവിതിഷ്ഠതി യഥായം സന്ധ്യനവരോ യാ പുരാസീത് പ്രജാപതേ. വരുണന്റേതായിരിക്കുന്ന സ്വർണം ചുരിയുന്ന ഈ കുട ഇപ്പോൾ അവിടുത്തെ ഗൃഹത്തിലാണുള്ളത്. അതുപോലെ തന്നെ ഈ മഹത്തായ രഥം പണ്ട് പ്രജാപതിയുടേതായിരുന്നു.
മൃത്യോരുത്ക്രാന്തിതാ നാമശക്തിരീശത്വയാ ഹൃദാ പാശസലിലരാജസ്യ ഭ്രാന്തുസ്തവ പരിഗ്രഹേ. യമദേവന്റെ ഉത്ക്രാന്തിത എന്ന് പേരുള്ള വേല്, യമദേവന്റെ ഉത്ക്രാന്തിത എന്ന് പേരുള്ള വേല് അങ്ങ് അപഹരിച്ചില്ലേ? വരുണന്റെ പാശായുധം ഇപ്പോൾ അങ്ങയുടെ സഹോദരന്റെ കയ്യിലാണുള്ളത്. നിശുംബസ്യാബ്ദിജാതാശ്ച സമസ്താരത്നജാതയാ വഹ്നിക്ഷാബീ ദദൗ തുഭ്യമഗ്നി ശൗചേജ വാസസി. ആഴിയിലുണ്ടാകുന്ന, അതായത് സമുദ്രത്തിൽ ഉണ്ടാവുന്ന എല്ലാ നല്ല രത്നങ്ങളും ഇപ്പോൾ നിശുംബന്റെ കയ്യിലാണുള്ളത്. അഗ്നിദേവനും അങ്ങേക്ക് അഗ്നി കൊണ്ട് നിർമ്മലമാക്കാവുന്ന 2 വസ്ത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ വസ്ത്രം അങ്ങ് അണിഞ്ഞു കഴിഞ്ഞാൽ അഗ്നിക്ക് പോലും അങ്ങേ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏവം ദൈത്രേന്ദ്രരത്നാനി സമസ്താന്യാഹൃദാനി തേ സ്ത്രീരത്നമേഷ കല്യാണി ത്വയാ കസ്മാന ഗൃഹ്യതേ. ഇപ്രകാരം എല്ലാ മെച്ചപ്പെട്ട വസ്തുക്കളും രത്നങ്ങളും എല്ലാം അങ്ങയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് സ്ത്രീകളിൽ വെച്ച് രത്നവും മംഗളകാരിണിയുമായിരിക്കുന്ന ഈ സ്ത്രീയെ അങ്ങക്ക് എന്തുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല? നിശുംബനോടും ശുംബനോടും നമ്മുടെ മനോജേട്ട ആര് ചോദിക്കുന്നു? ചണ്ടമുണ്ടൻ ചോദിക്കുകയാണ്. 3 ലോകത്തിലുമുള്ള സമസ്തമായിരിക്കുന്ന എല്ലാ വിശേഷപ്പെട്ട വസ്തുക്കളും അങ്ങയുടെ കയ്യിലുണ്ട്. പിന്നെ ഈ ഹിമാലയത്തിലുള്ള സ്ത്രീരക്തമായിരിക്കുന്ന ഈ സ്ത്രീയെ എന്തുകൊണ്ട് അങ്ങേക്ക് സ്വീകരിച്ചൂടാ? ഋഷിരുവാച, ഋഷി പറഞ്ഞു, നിശമ്യേദീവചം ശുംഭസ്സദാ ചണ്ഡമുണ്ടയോ പ്രേഷയാമാസ സുഗ്രീവം ദൂതം ദേവ്യോ മഹാസുരം. ഇപ്രകാരം ചണ്ഡമുണ്ടന്മാർ പറഞ്ഞത് കേട്ട് ശുംഭാസുരൻ സുഗ്രീവൻ എന്ന് പറയുന്ന മഹാ അസുരനെ ദേവിയുടെ അടുത്തേക്ക് ദൂതനായി അയച്ചു. എന്താ പറഞ്ഞത്? ചണ്ഡമുണ്ടന്മാർ എന്ത് ചെയ്തു? ശുംഭാസുരൻ ചണ്ഡമുണ്ടന്മാര് പറയുന്നത് കേട്ടിട്ട് ശുംഭാസുരൻ സുഗ്രീവൻ എന്ന് പറയുന്ന ഒരു അസുരനെ വിളിച്ചിട്ട് പറഞ്ഞു, ദേവിയുടെ അടുത്തേക്ക് പോകൂ, അവളുടെ അടുത്തേക്ക് പോകൂ, ദൂതനായിട്ട് പോകൂ. ആ ഹിമാലയത്തിൽ ഇരിക്കുന്ന സ്ത്രീ രത്നത്തിന്റെ അടുത്തേക്ക് ഞാൻ പറയുന്നത് പറയാൻ വേണ്ടിയിട്ട് നീ പോകൂ എന്ന് പറഞ്ഞു. ഇതിച്ഛേദി ചാ വക്തവ്യാസാഗത്വാ വചനാത്മവ യദാ ചാ ഭേദി സംപ്രീത്യ തദാ കാര്യം ത്വയാ ലഘു. എന്റെ വാക്ക് നീ അവിടെ ചെന്ന് അവളോട് പറയണം, ഞാൻ പറയുന്നത് പോലെ തന്നെ പറയണമെന്ന് സുഗ്രീവനോട് പറഞ്ഞു. അവൾ പ്രീതിയോടെ വേഗത്തിൽ ഇവിടേക്ക് വരാൻ, അവളെ വളരെ ഇഷ്ടത്തോടു കൂടി നീ പറയുന്നത് കേട്ടിട്ട്, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നീ അതുപോലെ ചെന്ന് പറഞ്ഞിട്ട് ആ വാക്ക് കേട്ടിട്ട് അവൾ വളരെ പെട്ടെന്ന് ഇഷ്ടത്തോടു കൂടി എൻ്റെ അടുത്തേക്ക് അവൾ വരട്ടെ, അതിനുവേണ്ട ഏർപ്പാട് ചെയ്യൂ എന്ന് പറഞ്ഞു. തതത്രാഗത്വായത്രാസ്തേ ശൈലദേശേ ദിശോഭനേ സാ ദേവീം താം തദപ്രാഹ ശക്ലണം മധുരാഗയാ ഗിരാ. അയാൾ ഏറ്റവും മനോഹരമായിരിക്കുന്ന പർവ്വത പ്രദേശത്തിൽ ദേവി ഇരിക്കുന്ന ആ സ്ഥലത്ത് പോയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചതുപോലെ അയാൾ പറഞ്ഞു. ഭയങ്കര മനോഹരാരിതയുള്ള സ്ഥലത്ത് ദേവി ഇങ്ങനെ ഇരിക്കുകയാണ് പർവ്വതത്തിന്റെ അടുത്ത്. അവിടെ ചെന്നിട്ട് അയാൾ പറയാണ്, ആ അസുരൻ പറയാണ്, ദൂതൻ പറഞ്ഞു, ദേവി ദൈത്യേശ്വര ശുംഭസ്ത്രൈലോക്യേ പരമേശ്വര ദൂതോഹം പ്രേഷിതസ്തേന ത്വത്സകാശാമിഹാഗത. ഹേ ദേവി, 3 ലോകങ്ങളും അടക്കി വാഴുന്ന അസുരേശ്വരനായിരിക്കുന്ന ശുംഭൻ പറഞ്ഞയച്ചിട്ട് ദേവിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ദൂതനാണ് ഞാൻ എന്ന് പറഞ്ഞു. അവ്യാഹതാജ്ഞാ സർവാസുയാ സദാ ദേവേയോനിഷു നിർജിതാഖില ദൈത്യരാധീ യദാഹ ശൃണുഷ്വത. അദ്ദേഹത്തിന്റെ ആജ്ഞയെ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കിനെ ദേവന്മാർക്കും ധിക്കരിക്കാൻ ശക്തിയില്ല. അസുരന്മാരുടെ ശത്രുക്കളെ മുഴുവൻ ജയിച്ചവനായിരിക്കുന്ന അദ്ദേഹം എന്നോട് എന്താണ് പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന് ഭവതി കേട്ടാലും എന്ന് പറഞ്ഞു. മമത്രൈലോക്യാമഖിലം മമ ദേവാവശാനുഘ യജ്ഞവാഗാനഹം സർവാനുപാശ്നാമി പൃഥക് പൃഥക്. 3 ലോകവും എല്ലാ ദേവന്മാരും എന്റെ അധീനതയിലാണ്. രാജാവ് പറഞ്ഞേൽപ്പിച്ചിരിക്കുക, അസുര രാജാവ് ശുംഭൻ ദൂതനോട്. ആ ദൂതൻ അതുപോലെ ഇവിടെ പറയാം, 3 ലോകങ്ങളും എല്ലാ ദേവന്മാരും എൻ്റെ അധികാരത്തിലാണ്. എല്ലാ യജ്ഞഭാഗങ്ങളെയും ഞാനാണ് അനുഭവിക്കുന്നത്. ത്രൈലോക്യാവരരത്നാനാനി മമ വശ്യാനി ശേഷധേ തദൈവ ഗജരത്നം ചാഹൃതം ദേവേന്ദ്രവാഹനം. 3 ലോകത്തിലുമുള്ള എല്ലാ ശ്രേഷ്ഠമായിരിക്കുന്ന രത്നങ്ങളും എൻ്റെ പക്കലാണുള്ളത്. അതുപോലെ തന്നെ ദേവേന്ദ്രന്റെ വാഹനമായിരിക്കുന്ന ഗജരത്നത്തെ ഞാൻ അപഹരിച്ചിട്ടുണ്ട്.
ക്ഷീരോധമനോദ്ഭൂതമശ്വരത്നം മമാമരേ ഉച്ചൈശ്രവസംസജ്ഞം തത്പ്രണിപത്യ സമർപ്പിതം. പാലാഴി കടഞ്ഞെടുത്തപ്പോൾ ഉയർന്നു വന്ന ഉച്ചൈശ്രവസ് എന്നു പേരുള്ള അശ്വരത്നത്തെ ദേവന്മാർ എന്റെ മുൻപിൽ കൊണ്ടുവന്ന് കാഴ്ചവെച്ചു വണങ്ങിയിട്ടുണ്ട്. യാനി ചാന്യാനി ദേവേഷു ഗന്ധർവേഷു രകേഷു ച രത്നഭൂതാനി ഭൂതാനി താനി മയ്യേവ ശോഭനേ. ദേവന്മാരിലും ഗന്ധർവന്മാരിലും സർപ്പങ്ങളിലും രത്നത്തിന് തുല്യമായിരിക്കുന്ന മറ്റെന്തെല്ലാം വസ്തുക്കൾ ഉണ്ടായിരുന്നോ അതെല്ലാം ഹേ ശോഭനേ ഇന്ന് എന്റെ കയ്യിലാണുള്ളത് എന്ന് പറഞ്ഞു. സ്ത്രീ രത്നഭൂതാം ത്വാം ദേവി ലോകേ മന്യാമഹേ വയം സാത്വാ സുമസ്മാനുപാഗച്ഛയതോ രത്നഭുജോ വ്യയം. ദേവിയെ നാം സ്ത്രീ രത്നഭൂതയായിട്ട്, അതായത് സ്ത്രീകളിൽ വെച്ചിട്ട് രത്നഭൂതമായിരിക്കുന്ന ഉത്കൃഷ്ടമായിരിക്കുന്ന ഒരു സ്ഥാനമാണ് നിനക്ക് ഞാൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ രത്നബുക്കായ എന്നെ പ്രാപിച്ചാലും എന്ന് പറഞ്ഞു. മാം വാ മാമനുജം വാവി നിശുംബമുരു വിക്രമം ഭജത്വം ചഞ്ചലാപാങ്കി രത്നഭൂതാസി വയ്യഥാ. ഹേ സുന്ദരി, നീയും ഒരു രക്തമായതുകൊണ്ട് എന്നെയോ നിശുംബൻ എന്ന പരാക്രമശാലിയായിരിക്കുന്ന എന്റെ അനുജനെയോ നീ ആശ്രയിച്ചാലും. പരമൈശ്വര്യമധുലം പ്രാപസ്യസേ മത്പരിഗ്രഹാത് ഏതത് ബുദ്ധ്യാ സമാലോഭ്യേ മത്പരിഗ്രഹതാം വ്രജ. എന്നെ പരിഗ്രഹിക്കുന്നത് കൊണ്ട് നിനക്ക് അതുല്യമായിരിക്കുന്ന ഐശ്വര്യം ലഭിക്കും. നീ എന്റെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ നിനക്ക് ഐശ്വര്യ സമ്പൂർണമായിരിക്കുന്ന ഒരു ജീവിതം ലഭിക്കും എന്ന കാര്യം കൂടി നീ മനസ്സിലാക്കുക. അത്രയും ഐശ്വര്യം നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ മറ്റെന്തുണ്ട് നിനക്ക്? അതുകൊണ്ട് ഹേ സുന്ദരി, എന്നെ വിവാഹം ചെയ്താലും എന്ന് വിഡ്ഢിയായിരിക്കുന്ന ശുംഭനിശുംഭൻ ദൂതനായിരിക്കുന്ന സുഗ്രീവൻ വഴി ദേവിയോട് അറിയിച്ചു. ഋഷിരുവാച, ഋഷി പറഞ്ഞു, ഇത്യുക്താ സദാധാ ദേവി ഗംഭീരാസ്മസ്മിതാ ജഗൗ ദുർഗാ ഭഗവതി ഭദ്രയായേദം ദ്യാരദേ ജഗത്. ദൂതൻ പറഞ്ഞത് കേട്ടപ്പോ ഈ ജഗത്തിനെ മുഴുവൻ പരിപാലിക്കുന്നവളും ദുർഗയും സർവൈശ്വര്യ സമ്പൂർണയുമായിരിക്കുന്ന ക്ഷേമരൂപിണിയുമായിരിക്കുന്ന ദേവി ഗംഭീരവും ഗൂഢവുമായിരിക്കുന്ന പുഞ്ചിരിയോടുകൂടി ഇപ്രകാരം പറഞ്ഞു. ദൂതൻ പറഞ്ഞതൊക്കെ കേട്ടപ്പം ഈ 3 ലോകങ്ങളെയും പരിപാലിക്കുന്ന ആ ദേവി, ഐശ്വര്യ സമ്പൂർണയായിരിക്കുന്ന ആ ഭഗവതി ചിരിച്ചുകൊണ്ട് ഗൂഢമായിക്കൊണ്ട് ഒരു മറുപടി പറഞ്ഞു. ദേവ്യോ വാച, ദേവി പറഞ്ഞു, സത്യമുക്തം ത്വയാ നാത്രമേത്യാ കിഞ്ചിദോ ഇദം ത്രൈലോക്യാധിപതി ശുംഭോ നിശുംഭച്ചാഭിതാദൃശ. നീ പറഞ്ഞതെല്ലാം സത്യമാണ്. നീ കള്ളമൊന്നും പറഞ്ഞില്ല. ശുംഭൻ ത്രൈലോക്യാധിപതി തന്നെയാണ്. നിശുംഭനും അങ്ങനെയുള്ളവൻ തന്നെ. കിന്ദ്വിത്രയത് പ്രതിജ്ഞാധാ മിഥ്യാ തത്ക്രിയതേ കഥം ശൂയാധാമൽപബുദ്ധിത്വാത് പ്രതി. ക്ഷമിക്കണം, വൈഫൈ കട്ടായതാണ്. അപ്പോ ഈ സുഗ്രീവൻ എന്ന് പറയുന്ന അസുരൻ ശുംഭൻ നിശുംഭന്മാര് പറയുന്നത് കേട്ടിട്ട് ദേവിയുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ ദേവി പറഞ്ഞിരിക്കുന്നു, കിന്ദിത്രയത് പ്രതിജ്ഞാധാ മിഥ്യാ തത്ക്രിയതേ കഥം ശൂയധാമൽപബുദ്ധിത്വാത് പ്രതിജ്ഞായാ കൃതാ പുരാ. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ എടുത്തിട്ടുള്ള പ്രതിജ്ഞയെ ഞാൻ എങ്ങനെ തെറ്റിക്കും? അല്പബുദ്ധിയായിരിക്കുന്ന ഞാൻ എടുത്ത ആ പ്രതിജ്ഞ എന്താണെന്ന് നീ കേട്ടുകൊള്ളൂ. നീ പറഞ്ഞതെല്ലാം ശരിയാണ്. ശുംഭനും നിശുംഭനും ത്രൈലോക്യാധിപതി തന്നെയാണ്. എല്ലാ ഐശ്വര്യങ്ങളുമുണ്ട്. പക്ഷേ നീ കള്ളമൊന്നും പറഞ്ഞില്ല ദൂത. ഈ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ പ്രതിജ്ഞ ഞാൻ എങ്ങനെ തെറ്റിക്കും? ആ പ്രതിജ്ഞ എന്താണെന്ന് നീ കേട്ടുകൊള്ളൂ. യോ മാം ഛേദി സംഗ്രാമേ യോ മേ ദർപ്പം വ്യാബഹോദതി യോ മേ പ്രതിഫലോ ലോകേ സമേ ഭർത്താ ഭവിഷ്യതി. ഏതൊരുവൻ എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നുവോ, എന്നെ യുദ്ധം ചെയ്ത് ഏവനാണോ ജയിക്കുന്നവൻ, എന്റെ അഹങ്കാരം അടക്കുന്നവൻ ആരാണോ, ഏതൊരുവൻ എനിക്ക് തുല്യനായി മാറുന്നുവോ അവൻ മാത്രമേ എൻ്റെ ഭർത്താവാകുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പ്രതിജ്ഞ. ആരാണോ എന്നെ തോൽപ്പിക്കുന്നത് അവനായിരിക്കും എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു. തദാഗച്ഛതു ശുംഭോത്ര നിശുംഭോ വാ മഹാബല മാം ജിത്വാം കിം ചിരത്നാത്രേ പ്രാണീം ഗൃഹണാതു മേ ലഘു. അതുകൊണ്ട് മഹാബലവാനായിരിക്കുന്ന ശുംഭനോ നിശുംഭനോ ഇവിടെ വന്ന് എന്നെ ജയിച്ച് എൻ്റെ കൈ പിടിച്ചോട്ടെ. അതെന്തിനാണ് ഇത്ര താമസം?
മഹാബലവാന്മാരായിരിക്കുന്ന ശുംഭനിശുംഭൻ ഇവിടെ വന്ന് എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ട് എന്റെ കൈ പിടിച്ചോട്ടെ, എന്റെ ഭർത്താവായിക്കോട്ടെ, അതിനെന്തിനാ താമസിക്കുന്നത് എന്ന് ചോദിച്ചു. ദൂത ഉവാച, ദൂതൻ പറഞ്ഞു, അവലിപ്താസിമൈവം ത്വം ദേവി ബ്രൂഹി മമാകൃതേ ത്രൈലോക്യേ കാ പുമാംസ്തിഷ്ഠേ ദേഗ്രേ ശുംഭനിശുംഭയോ. ദേവി, നീ അഹങ്കാരിയാണ്. എന്റെ മുന്നിൽ നീ ഇങ്ങനെ പറയരുത്. ഈ 3 ലോകങ്ങളിലും ശുംഭനിശുംഭന്മാരെ എതിർത്ത് നിൽക്കാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു പുരുഷനുണ്ടോ? ദൂതന് ദേഷ്യം വന്നു. അന്യേഷാമഭിദൈത്യാനാം സർവേ ദേവാനവയുധി തിഷ്ഠന്തി സമ്മുഖേ ദേവി കിം പുനഃസ്ത്രീ ത്വമേകിക. മറ്റുള്ള അസുരന്മാരുടെ മുമ്പിൽ പോലും ഒരു ദേവനും നിൽക്കാൻ ധൈര്യമില്ല. പിന്നെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്? ഒരു അസുരന്റെ മുമ്പിൽ പോലും ഒരു ദേവന് പോലും നിൽക്കാൻ കഴിയില്ല. പിന്നെയാണോ ശുംഭനിശുംഭന്റെ മുമ്പിൽ? അങ്ങനെയുള്ള ശുംഭനിശുംഭനെ ഒരു സ്ത്രീയായി നീ എന്ത് ചെയ്യാനാണ്? ഇന്ദ്രാദ്യാ സകല ദേവാസ്തുരേഷ്യാം ന സംയുഗേ ശുംഭാധീനാം കഥം തേഷാ സ്ത്രീ പ്രയാസസി സമ്മുഖം. ഇന്ദ്രൻ തുടങ്ങിയ എല്ലാ ദേവന്മാരും ഒരുമിച്ചിരുന്നിട്ട് പോലും ശുംഭാദികളുടെ നേർക്ക് നിൽക്കുവാൻ സാധിച്ചിട്ടില്ല. ഇന്ദ്രനും മറ്റു ദേവന്മാരും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ട്, പക്ഷേ ഒരുത്തന് പോലും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സ്ഥാനത്ത് ഒരു സ്ത്രീ ആയിരിക്കും നീ അവരുടെ മുമ്പിൽ എങ്ങനെ പോകും? സത്വാം ഗച്ഛമയോ ഭോക്ത പാർശ്വം ശുംഭനിശുംഭയോ കേശാകർഷണ നിർദൂത ഗൗരവാമാഗമിഷ്യസി. അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ച് നീ ശുംഭനിശുംഭന്മാരുടെ അടുക്കലേക്ക് പോകൂ. എന്നെ കൊണ്ട് നിന്റെ തലമുടി പിടിച്ച് വലിച്ച് ഗൗരവം നശിപ്പിക്കപ്പെട്ടിട്ട് നിന്നെ കൊണ്ടുപോകാൻ ഇടവരുത്തരുത്. ഞാൻ നിന്റെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് അവരെ മുമ്പിൽ കൊണ്ടുപോകും. ആ മര്യാദകേട് നീ എന്നെ കൊണ്ട് കാണിക്കരുത്. ദേവ്യോവാച, ദേവി പറഞ്ഞു, ഏവമേതത് ബലീ ശുംഭോ നിശുംഭൻ ചാതി വീര്യവാൻ കിം കരോമി പ്രതിജ്ഞാമേ യദനാലോചിതാപുരാ. ശരി തന്നെ, ശുംഭൻ ബലവാനും അതിവീര്യവാനുമാണ്, നിശുംഭനും അങ്ങനെ തന്നെ. പക്ഷെ ഞാൻ എന്തു ചെയ്യട്ടെ? ഇതൊന്നും ആലോചിക്കാതെ ഞാൻ നേരത്തെ തന്നെ പ്രതിജ്ഞ ചെയ്തു പോയല്ലോ. ശുംഭനും നിശുംഭനും ശക്തനാണെന്ന് ആലോചിക്കാതെ എന്നോട് യുദ്ധം ചെയ്ത് എന്നെ തോൽപ്പിച്ച് എന്റെ അഹങ്കാരം അടക്കുന്നവനെ ഞാൻ ഭർത്താവായി സ്വീകരിക്കുമെന്ന് ഞാൻ ഇതൊക്കെ അറിയുന്നതിനേക്കാൾ മുമ്പേ പ്രതിജ്ഞ ചെയ്തു പോയില്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്റെ പ്രതിജ്ഞ ഞാൻ തെറ്റിക്കില്ല എന്ന് പറഞ്ഞു. സത്വം ഗച്ഛമയോ ഭോക്തം യദേ സർവാമൃതാ തദാക്ഷാശ സുരേന്ദ്രായ സജയുക്തം കരോതു യത്. അതുകൊണ്ട് നീ അവിടെ പോയിട്ട് ഞാൻ ഈ പറഞ്ഞതെല്ലാം വളരെ ആദരവോടുകൂടി അസുരേന്ദ്രന്മാരോട് പറയൂ ദൂത. അത് കേട്ട് അയാൾ യുക്തമായത് ചെയ്തോട്ടെ. നീ വളരെ ആദരവോടുകൂടി പോയി പറയൂ. അത് കേട്ടിട്ട് അവർ വരട്ടെ. അവർക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് അവർ ചെയ്തോട്ടെ. ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മഹാത്മ്യേ പഞ്ചമാധ്യായ സമ്പൂർണം. അപ്പൊ നമ്മുടെ 5ാമത്തെ അധ്യായം കഴിഞ്ഞു. ഇനി 6ാമത്തെ അധ്യായം നാളെയാണ്. ദേവി മഹാത്മ്യത്തിലൂടെ ഭഗവതിയുടെ കൃപാകടാക്ഷം എല്ലാവർക്കും ലഭിക്കട്ടെ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമാകുന്നു എന്ന് കരുതുന്നു. അമ്മയുടെ കാരുണ്യം മാത്രമാണ് ഭഗവാന്റെ കൃപാകടാക്ഷം. ഗുരുക്കന്മാരുടെയും നമ്മളിൽ നിന്ന് മറഞ്ഞു പോയവരുടെയും നമ്മൾക്കൊപ്പമുള്ളവരുടെയും അനുഗ്രഹം മാത്രമാണ് നമ്മൾ അറിവുകൾ നേടുന്നത്. ആ അറിവുകൾ നമ്മുടെ ബുദ്ധിയിൽ നിൽക്കുന്നത്. എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. हरे कृष्णा सर्वं कृष्णार्पणमस्तु. प्रभुपाद की जय, गुरु महाराज की जय, राधा पवनपुरेशन की जय. ओम श्री मात्रे नमः. हर हर महादेव. പിന്നെ വിളക്ക് കുറച്ച് ദൂരത്തിലാണ്, അടുത്തല്ല. ഓക്കെ, ബാക്കിലാണ്, എൻ്റെ അടുത്തല്ല. ഹരേ കൃഷ്ണ, ശുഭരാത്രി, സുഖനിദ്ര. എല്ലാവരും ക്ലാസ് ഷെയർ ചെയ്യുക.